ജോയിസ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ചാനലിലൂടെ കടന്നു വരുന്നതായ ഓരോ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മീക ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും അഭിവൃദ്ധിക്കും അത് കാരണമായി തീരട്ടെ എന്ന് കർത്താവിൽ ആശംസിക്കുന്നു. നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടേതായ സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ ചാനലിലൂടെ പറയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്നതായ ഈ നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് കടന്നു വന്നിരിക്കുന്നത്, സിസ്റ്റർ ഷീജ സജി. കർത്താവിൻ്റെ ദാസിയെ ജോയിസ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ഷീജ സിസ്റ്ററെ, കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവല്ലോ? പ്രൈസ് ലോർഡ് ആന്റി. ദൈവകൃപയാൽ കർത്താവിൽ സന്തോഷമായിരിക്കുന്നു, അനുഗ്രഹമായിരിക്കുന്നു. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിന് അനുഭവത്തിലേക്ക് കടക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ, വാഴ്ത്തുന്നപ്പാ. അപ്പോൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നാട്ട് നിൻ്റെ ദാസിയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ സംസാരിപ്പാൻ ആവശ്യമുള്ള എല്ലാ ദൈവകൃപയും നിൻ്റെ ദാസിയുടെ മേൽ കർത്താവ് പകർന്നു കൊടുത്താട്ട് കർത്താവേ, കേൾക്കുന്ന ജനത്തിന് അത് അനുഗ്രഹമായി തീരുവാനിടയാക്കണമേ. അതിലൂടെ അനേകര ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനിടയാക്കണമേ. അനേകരുടെ ആത്മീക ജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്ക് അത് കാരണമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. അപ്പം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഏറ്റവർക്ക് സിസ്റ്റത്തെ എല്ലാം അങ്ങ് കൺട്രോൾ ചെയ്താട്ട് അല്പസമയങ്ങളുടെ കീഴിൽ ഹല്ലേലൂയ അവലേറിയ ചിറകിൻ്റെ മറവ് ഞങ്ങളെ ഇരുത്തിയാട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. ഷീജ സിസ്റ്റർ, ജീവിതാനുഭവങ്ങളെ ഷെയർ ചെയ്യാനുള്ള ടൈമാണ് ഇപ്പോൾ. അതിനായുള്ള സമയം തരികയാണ്. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. താങ്ക് യു ആന്റി. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല സമയത്തും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജോയിസ് ടി വിയിലൂടെ ഒരിക്കൽ കൂടെ കർത്താവിന്റെ സാക്ഷിയെ നിൽക്കുവാൻ എനിക്കൊരു അവസരം തന്ന പ്രിയ ആന്റിയോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ അവസരം വീണ്ടും എനിക്ക് ഒരുക്കി തന്ന എന്റെ കർത്താവിനെ ആമേൻ ആദ്യമേ ഞാൻ നന്ദി അറിയിക്കുന്നു. ഹല്ലേലൂയ. ഇതിനകത്ത് ആയിരിക്കുന്ന ഈ സാക്ഷ്യം ഇനി കേൾക്കുവാൻ പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രിയ ആന്റിക്കും ക്രിസ്തുയേശുവിൻ നാമത്തിലുള്ള എന്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ആമേൻ. എന്നെ ആന്റി പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞതുപോലെ എന്റെ പേര് ഷീജ സജി എന്നാണ്. ഞാനിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് ഇടുക്കി ഡിസ്ട്രിക്ട് ചേറ്റുകുടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. എന്റെ ഹസ്ബൻഡ്, ഞങ്ങൾ ചർച്ച് മിനിസ്ട്രിയാണ്, സജി പി ജോൺ. ഞങ്ങൾക്ക് കർത്താവ് ദാനമായി 2 മക്കളെ തന്നിട്ടുണ്ട്. മൂത്ത മോൻ മൂന്നാറിൽ പഠിക്കുന്നു, ഇളയ മോളാണ്, രണ്ടാമത്തെയാൾ കോയമ്പത്തൂരിൽ പഠിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ ഫാമിലി. ഞങ്ങൾ ഇടുക്കി ചേറ്റുകുടിയിൽ ജീവൻ ജ്യോതി ന്യൂ ലൈഫ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്ന് പറയുന്ന ചർച്ചിനോടനുബന്ധിച്ച് മിനിസ്ട്രിയിൽ കർത്താവ് ഞങ്ങൾ ഇവിടെ ഇപ്പോൾ ആക്കി വെച്ചിരിക്കുന്നു. അനുഗ്രഹമായിട്ട് ഞങ്ങളുടെ ശുശ്രൂഷകളെ കർത്താവ് നടത്തുന്നു. അതിനായിട്ട് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ആമേൻ. സ്തോത്രം. ഷീജ സജി എന്ന് പറയുന്നത് എന്ന പേരിലാണ് ഞാൻ അറിയപ്പെടുന്നെങ്കിലും എന്റെ ഒഫീഷ്യൽ നെയിം കാഞ്ചന എന്നാണ്. ആമേൻ. എന്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നമേ ഞാൻ പറയട്ടെ, കർത്താവിന്റെ കൃപയാൽ ആമേൻ. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ പറയപ്പെടുന്നത് പോലെ കുഞ്ഞാട് അറുക്കപ്പെട്ടു, അവന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി കർത്താവ് വിലയ്ക്ക് വാങ്ങി എന്നുള്ള തിരുവചന പ്രകാരം ആമേൻ. സ്തോത്രം. മലയാളിയല്ല എന്നെ ആമേൻ കർത്താവിന്റെ തിരുരക്തത്താൽ ദൈവം ആരെന്നറിയപ്പെടാതിരുന്ന കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട എന്നെ ദൈവത്തിന്റെ രക്തത്താൽ വീണ്ടെടുത്ത ആ കർത്താവിന്റെ സ്നേഹത്തിനായി ഞാൻ മുന്നമേ കർത്താവിന് കോടാനുകൂടി സ്തോത്രം അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്റെ പേര് കാഞ്ചന എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒഫീഷ്യൽ നെയിം. ഞാൻ കന്നഡ ബ്രാഹ്മിൻ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തിയാണ്. ഞാൻ മലയാളിയല്ല. എന്നാൽ തിരുവചന പ്രകാരം ഹല്ലേലൂയ കർത്താവ് ഏത് വ്യക്തിത്വത്തെ കണ്ടിട്ടുണ്ടെങ്കിലും അത് ഇന്നല്ലല്ലോ, നാം അറിയുന്നതാണ് ഇന്ന്. എന്നാൽ ലോക സ്ഥാപനത്തിന് മുന്നമേ ആമേൻ ക്രിസ്തുയേശുവിൽ നമ്മെ കർത്താവ് തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ഞാൻ കർത്താവിൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരുന്നത് കൊണ്ട് കർത്താവ് അതിനുള്ള മുഖാന്തരങ്ങളെ ഒരുക്കി കർത്താവ് എന്നെ ക്രിസ്തുവിന്റെ വഴികളിലേക്ക് കൊണ്ടുവന്നു. ആമേൻ. സ്തോത്രം. ആ ജീവിത അനുഭവങ്ങളെ ദൈവം എന്നെ നടത്തിയ വിധങ്ങളെ ഹല്ലേലൂയ സ്തോത്രം എല്ലാവരുടെ മുൻപാകെ പങ്കുവെക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. കന്നഡ ബ്രാഹ്മിൻ പശ്ചാത്തലത്തിൽ
അനുഗ്രഹിക്കപ്പെട്ട സ്നേഹം നിറഞ്ഞ മാതാപിതാക്കൾക്ക് രണ്ടാമത്തെ മകളായി ജനിച്ചു വളർത്തപ്പെടുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. ആമേൻ സ്തോത്രം. ഞങ്ങൾ 3 സഹോദരിമാരാണ്. എനിക്കൊരു ചേച്ചിയുണ്ട്, എനിക്കൊരു അനിയത്തിയുണ്ട്. ഞങ്ങൾ പപ്പായുടെ ജോലി ആമേൻ സ്തോത്രം ഊട്ടിക്കടുത്തുള്ള തമിഴ്നാട് ഊട്ടിക്കടുത്തുള്ള മേട്ടുപ്പാളയം എന്ന് പറയുന്ന അതിനടുത്തുള്ള റയോൺ കമ്പനിയിലായിരുന്നു എന്റെ ഫാദർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ജനിച്ചു വളർന്നതും ഞാനെല്ലാം പഠിച്ചതെല്ലാം അവിടെ തമിഴ് ലാംഗ്വേജിലായിരുന്നു. തമിഴ് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്. മലയാളം ഒരക്ഷരം പോലും എനിക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, അറിയത്തില്ല. ഞങ്ങൾ മാതൃഭാഷ ഞങ്ങളുടെ കന്നഡയായതുകൊണ്ട് കന്നഡയാണ് ഞങ്ങൾ വീട്ടിലെല്ലാം യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്. അങ്ങനെ വളരെ ഭക്തിയിൽ കർത്താവ് എന്റെ ഫാദർ വന്നിട്ട് വളരെ ഭക്തിയിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. അന്ന് ഞങ്ങൾ ആയിരുന്ന ആ പശ്ചാത്തലത്തിൽ എന്റെ ഫാദർ ഞങ്ങളുടെ വീട്ടിൽ അതിൻ്റെതായ കാര്യങ്ങൾ, പൂജകൾ, ഓരോ ദിവസത്തിലുള്ള പ്രത്യേകത കാര്യങ്ങൾ, അമ്പലത്തിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങൾ അതെല്ലാം തന്നെ ചിട്ടയോടെ നിഷ്ഠയോടെ ചെയ്യുന്ന, ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പിതാവായിരുന്നു. അങ്ങനെ ആമേൻ അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം എന്റെ സഹോദരിമാരെക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് ഇൻവോൾവ്ഡ് ആയിട്ട് അത് എന്താണെന്ന് എനിക്ക് അറിയണം, ദൈവത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നുള്ള താല്പര്യത്തോടുകൂടെ എന്റെ ഫാദറിനോടുകൂടെ എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ആകുകയും അത് കൂടുതൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കുകയും പഠിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ഏത് തലമുറയിലും ദൈവത്തെ അന്വേഷിക്കുന്നവരെ കർത്താവ് തിരയുന്നു എന്നുള്ള വചനപ്രകാരം തീക്ഷ്ണതയുള്ളവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഒരിക്കൽ അവർ തീർച്ചയായിട്ടും ദൈവം ആരെന്നും ഏതാണ് സത്യവഴിയെന്നും അതിലേക്ക് അവരെ ദൈവം തിരിച്ചു ഉറപ്പായിട്ടും കൊണ്ടുവരും എന്നുള്ളതിന് ഒരു സാക്ഷി തന്നെയാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എന്റെ ഫാദറിനോട് കൂടെ ആമേൻ സ്തോത്രം ഞങ്ങൾക്ക് കുടുംബ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. ആമേൻ സൂത്രം. അതിനകത്ത് ഇപ്പോഴും എന്റെ ഫാദർ പൂജകൾ ചെയ്യുന്ന വ്യക്തിത്വമാണ്. ആമേൻ സൂത്രം. അതിന്റെ കൂടെ എന്റെ ഫാദറിന്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഇൻവോൾവ് ആയി നിൽക്കുകയും അതിനകത്തെ കാര്യങ്ങൾ കണ്ടുപഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത് ഒരു പ്രായപരിധി വരെ 10 വയസ്സിന് താഴെ വരെ പൂണൂലൊക്കെ ഇടുവല്ലോ. അങ്ങനെ പൂണൂലിട്ട് എന്റെ ഫാദറിന്റെ കൂടെ എല്ലാ പൂജ കർമ്മങ്ങൾ കാര്യാദികൾക്കകത്തെല്ലാം ഇൻവോൾവ് ആയിരുന്ന ഒരു വ്യക്തിത്വമാണ്. അത് പഠിച്ച് എന്നെ പപ്പ പഠിപ്പിച്ചിട്ടുണ്ട്. ശ്ലോകങ്ങൾ ചൊല്ലുക, വ്രതം നോക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് പൂജകൾ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിത്വമാണ്. ആ കുടുംബക്ഷേത്രത്തിൽ ഞാൻ കൊച്ചായിരുന്നപ്പോൾ തന്നെ ഈ കുംഭാഭിഷേകം എന്നൊക്കെ പറയും, വലിയ ഉത്സവങ്ങൾ വരുന്ന സമയത്ത് എന്റെ ഫാദറിന്റെയും മദറിന്റെയും കൂടെ ഞാൻ ഉപവാസം എടുത്ത് അവരുടെ കൂടെ ആ രീതിയിലുള്ള ഫാസ്റ്റിംഗ് എടുത്തിട്ട് ഞാൻ തീക്കുണ്ടത്തിലൂടെ, തീ ആടിക്കുണ്ടം എന്നൊക്കെ പറയും, 60 അടി നീളമുള്ള ആ തീക്കകത്തൂടെ ഞാൻ നടന്നിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അവർ പറയുന്ന പോലെ, കാരണം എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണം, അതിനേതാണ് വഴി, എങ്ങനെയാണ് എന്റെ മാതാപിതാക്കൾ കാണിച്ചു തന്ന ആ വഴിയിലൂടെയെല്ലാം ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ ശ്രമിച്ചിരുന്നു. ഹല്ലേലൂയ. എന്നാൽ പിന്നീട് ആമേൻ സ്തോത്രം അന്ന് ഞാൻ ആ ഒരു വിശ്വാസത്തിൽ അതെല്ലാം ചെയ്തുവെങ്കിലും കറക്റ്റായിട്ടുള്ള ദൈവിക വിശ്വാസത്തിൽ ദൈവം എന്നെ കൊണ്ടുവന്നതിന് ശേഷം ആമേൻ സ്തോത്രം കർത്താവ് എന്നെ പഠിപ്പിച്ചു. യഥാർത്ഥമായിട്ടുള്ള അഗ്നി അഭിഷേകം വന്നു കഴിഞ്ഞാൽ കർത്താവ് നമ്മെ ഒരു വ്യക്തിത്വത്തെ ഈ ഭൂമിയിൽ അയച്ചതിന്റെ എന്താണ് ഉദ്ദേശം, അതിലേക്ക് നമ്മളെ ആ അഗ്നി മോൾഡ് ചെയ്തെടുക്കും. ആമേൻ സ്തോത്രം. നമ്മളെ ആമേൻ വേദനിപ്പിക്കുകയല്ല, നമുക്ക് പൊള്ളൽ ഏൽക്കാതെ ആമേൻ നമ്മെ ഒരുക്കിയെടുക്കുന്നതാണ് സ്വർഗീയ അഗ്നി അഭിഷേകം. എന്നാൽ ഹല്ലേലൂയ മനുഷ്യരായിട്ടുണ്ടാക്കിയിരിക്കുന്ന ഏതെങ്കിലും ഇതുപോലുള്ള ഞാൻ ചെയ്ത ആ കാര്യങ്ങൾ, എന്റെ അനുഭവങ്ങൾ പറയുന്നതിന് എനിക്ക് തടസ്സമില്ലല്ലോ, ഞാൻ എന്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ ചെയ്തത് മുഖാന്തരം എനിക്കൊരു മാറ്റമോ എനിക്കൊരു ഇതൊന്നും ഞാൻ കണ്ടില്ല, എനിക്ക് വന്നില്ല. എനിക്കൊരു ഫിസിക്കലായിട്ടും സ്പിരിച്വലായിട്ടും യാതൊരു മാറ്റങ്ങളും ഞാൻ കണ്ടിരുന്നില്ല. അങ്ങനെ ആമേൻ പോയിരുന്ന സമയമാണ്. ഞാൻ ആയിരുന്ന സ്ഥലത്തെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ക്രിസ്ത്യൻസ് ആയിട്ട് ഞാൻ ആരെയും കണ്ടിരുന്നില്ല. യേശു എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എനിക്ക് ആരാണെന്ന് അറിയത്തില്ല. ചർച്ചസ് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരു ഏരിയയിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടിരുന്നത്. സ്കൂളിലൊക്കെ പോകും, സ്പോർട്സ്, പഠിത്തം എല്ലാറ്റിലും തന്നെ കർത്താവിന്റെ കൃപയാൽ ദൈവം എനിക്ക് ജ്ഞാനം തന്നിരുന്നത് കൊണ്ട് എല്ലാറ്റിലും തന്നെ ഫസ്റ്റ് ആയിട്ട് ആമേൻ നല്ല രീതിയിൽ സ്കോർ ചെയ്യുവാൻ കർത്താവിനെ സഹായിച്ചിരുന്നു. അങ്ങനെ പഠിക്കുന്ന കാലയളവിൽ ഞാൻ ഒരു 9th സ്റ്റാൻഡേർഡ് വന്നപ്പോഴാണ് എന്റെ ക്ലാസ്സിൽ ഒരു കുഞ്ഞു വന്ന് ജോയിൻ ചെയ്തു. അവര് വേറെ എവിടെയോ പഠിച്ചിരുന്ന കുഞ്ഞ് 9th ആയപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്തു. ആ കുഞ്ഞു മാത്രമായിരുന്നു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരു മോൾ. ഞങ്ങളുടെ ക്ലാസ്സിൽ ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട്, 58 ഓളം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അതിനകത്ത് ആ മോൾ മാത്രമാണ് ക്രിസ്ത്യനായിട്ട് വന്ന് ജോയിൻ ചെയ്തത്. ഞങ്ങൾക്ക് ആർക്കും അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമില്ല, കൂടെ പഠിക്കുന്ന കുട്ടി എന്നുള്ള രീതിയിൽ അതോടെ വിട്ടു. എന്നാൽ അന്ന് എനിക്ക് ആ മോൾ ഒരു ലഘുലേഖ ആമേൻ സ്തോത്രം അത് കൊണ്ടുതരുവാൻ എനിക്കിടയായി. ഞാനത് വാങ്ങിച്ചു വീട്ടിൽ കൊണ്ടുപോയി വെച്ചെങ്കിലും അതൊന്നും വായിക്കുവാൻ എന്റെ ഫാദർ എന്നെ സമ്മതിച്ചിരുന്നില്ല. അതെടുത്തിട്ട് കളഞ്ഞിട്ട് ഡസ്റ്റ്ബിന്നകത്ത് അത് കീറിക്കളഞ്ഞിട്ട് എന്റെ ഫാദർ എന്നോട് പറഞ്ഞു, മോളെ ഇതുപോലുള്ളതൊന്നും നീ വായിക്കരുത്, ഇതൊന്നും കൊണ്ടുവരരുത് എന്നൊക്കെ പറഞ്ഞ് എന്നെ അവോയ്ഡ് ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. വീണ്ടും ഇങ്ങനെ അന്നായിരുന്ന ആ പശ്ചാത്തലത്തിൽ വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അതിനകത്ത് ഹല്ലേലൂയ സ്തോത്രം
ഒരു വ്യക്തിത്വം ഈ ഭൂമിയിൽ കടന്നു വരണമെന്നുള്ളതും ആ വ്യക്തിത്വം ഏതൊക്കെ വഴികളിൽ സഞ്ചരിക്കണമെന്നുള്ളതും കർത്താവിന്റെ പദ്ധതിയിലേക്ക് തക്ക സമയമാകുമ്പോൾ കർത്താവ് അത് കൊണ്ടുവരുമെന്നുള്ളതിനും ആമേൻ ജീവനോടെ നമ്മെ നിലനിർത്തുന്നതിനും ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഞാനിത് പറയാതെ കടന്നു പോകാൻ എനിക്ക് കഴിയത്തില്ല. എൻ്റെ മാതാവിൽ നിന്നും എൻ്റെ അങ്കിൾ, എൻ്റെ മമ്മിയുടെ യങ് ബ്രദറിൽ നിന്നും ഞാൻ കേട്ട ഒരു സാക്ഷ്യമാണ്. ഹല്ലേലൂയ. ഒരു അനുഭവമാണ്. ആമേൻ. ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ തന്നെ എൻ്റെ അമ്മയ്ക്ക് ഒരു ഈവിൽ സ്പിരിറ്റ് അറ്റാക്ക് ആയിട്ട് ആമേൻ വേണ്ട കാരിങ് ഒന്നും എനിക്ക് ലഭിച്ചിരുന്നില്ല. എന്നാൽ കുഴപ്പമില്ലാതെ കർത്താവ് എന്നെ കണ്ടിരുന്നു എന്നുള്ളതിന്റെ ആ പോയിന്റാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഉദരത്തിൽ വെച്ച് തന്നെ ഞാൻ ഇല്ലാതായി തീരാമായിരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും കർത്താവ് അതിനൊന്നും വിട്ടുകൊടുക്കാതെ എന്നെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുന്നമേ കർത്താവ് എന്നെ കണ്ടിരുന്നത് കൊണ്ട് അവിടെ സൂക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഡെലിവറിയൊക്കെ കഴിഞ്ഞു. മമ്മിയുടെ വീട്ടിലായിരുന്നപ്പോൾ ആമേൻ എൻ്റെ അമ്മാച്ചൻ എപ്പോഴും പറയും, ആമേൻ സ്തോത്രം, ഞാനാണ് നിന്നെ സൂക്ഷിച്ചത്, ഞാനാണ് നിന്റെ ജീവൻ രക്ഷിച്ചത് എന്നൊക്കെ. ആമേൻ. അതിന്റെ കാരണം അവർ പറഞ്ഞത്. ഹല്ലേലൂയ. എൻ്റെ മമ്മിക്ക് ഞാൻ പറഞ്ഞല്ലോ ഈവിൽ സ്പിരിറ്റിന്റെ അറ്റാക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് സ്വയ ഓർമ്മകൾ തന്നെ നഷ്ടപ്പെടുന്ന അനുഭവമൊക്കെ ആയിരുന്നു. ഞാൻ 2 മാസം അല്ലെ 3 മാസത്തിനിടയ്ക്ക് ആ കുഞ്ഞു പ്രായം വീട്ടിൽ എവിടെ ആയിരിക്കുന്ന ആ പ്രായത്തിൽ അപ്പുറത്തെ റൂമിൽ തൊട്ടിലിനകത്ത് കിടന്ന് ഉറങ്ങുന്ന കുഞ്ഞ് എപ്പോഴും കരയുന്ന നോർമൽ കരയുന്ന ശബ്ദമല്ല, വല്ലാത്ത കരയുന്ന ഒരു ശബ്ദം കേട്ടിട്ട് എൻ്റെ അമ്മാച്ചൻ അപ്പുറത്തെ റൂമിൽ നിന്നും ഇങ്ങോട്ട് വന്ന് അതൊന്ന് നോക്കുവാനിടയായി. നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ എൻ്റെ മമ്മി തന്നെ എൻ്റെ കഴുത്തിന്, ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ കഴുത്തിന് പിടിച്ച് ഞെക്കുന്ന ആ അനുഭവമാണ് ആമേൻ എൻ്റെ അമ്മാച്ചൻ കാണുവാനിടയായത്. അമ്മയ്ക്ക് സ്വയം ഓർമ്മയില്ല. ഞാൻ എൻ്റെ അമ്മയെ റെസ്പെക്ട് ചെയ്യുന്നു. എനിക്ക് എൻ്റെ ദൈവം അനുഗ്രഹിക്കപ്പെട്ട മാതാവിനെ തന്നു. പക്ഷേ എന്നെ നശിപ്പിക്കുവാൻ ശത്രു ആമേൻ രക്ഷിക്കപ്പെടേണ്ടവരുടെ കരത്തിൽ തന്നെ അവരെ നശിപ്പിക്കുവാൻ ആ മോശയെ ഹല്ലേലൂയ സ്തോത്രം ചെയ്തതുപോലെ ആമേൻ എൻ്റെ മാതാവിനെ തന്നെ എഴുന്നേൽപ്പിച്ചു. എന്നാൽ ഹല്ലേലൂയ കർത്താവ് ഒരു ദൂതനെ പോലെ എൻ്റെ അമ്മാച്ചനെ അവിടെ അയച്ച് എന്നെ ആ ഒരു പിടിയിൽ നിന്നും വിടുവിക്കുവാനിടയായി. നമുക്കൊന്ന് ചിന്തിച്ചാൽ നമുക്കറിയാവുന്നതേ ഉള്ളൂ. ഒരു കൊച്ചു കുഞ്ഞിന്റെ ശ്വാസം എന്ന് പറയുന്നത് വലിയ ആളുടെ ഒരു കരം ഒന്ന് ചെറുതായിട്ട് തൊട്ടാൽ തന്നെ തീരാവുന്നതേ ഉള്ളൂ. എന്നാൽ ആമേൻ സ്തോത്രം, എന്നെ എൻ്റെ കർത്താവ് ലോക സ്ഥാപനത്തിന് മുന്നമേ കണ്ടിരുന്നത് കൊണ്ട് ഒന്നിനും ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും കടന്നു വന്ന് എന്നെ നശിപ്പിക്കുവാൻ ദൈവം വിട്ടുകൊടുത്തില്ല. ഹല്ലേലൂയ. തന്റെ ഉള്ളം കരങ്ങളിൽ എന്നെ കർത്താവ് വറച്ചിരുന്നു. കർത്താവ് സൂക്ഷിച്ച് അനുഗ്രഹത്തോടെ വഴി നടത്തി. അങ്ങനെ ആമേൻ സ്തോത്രം, ഭക്തിയോടെ തന്നെ ആ ഒരു രീതിയിൽ ഞാൻ വളർന്നു വന്നു. ഇങ്ങനെയുള്ള ഭക്തി കാര്യാദികളെല്ലാം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നോക്കി. അങ്ങനെ കടന്നുപോയി. അപ്പോഴും ഞാൻ യേശുവിനെ അറിയുന്നില്ല, യേശുവിനെ കുറിച്ച് ആരും എന്നോട് പറയുന്നുമില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനും ഞങ്ങളുടെ സറൗണ്ടിൽ ഇല്ലായിരുന്ന പശ്ചാത്തലമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എൻ്റെ യൗവനം, ചെറിയ പ്രായങ്ങളെല്ലാം തന്നെ യേശുവിനെ അറിയാതിരുന്ന ആ കാലയളവിൽ കടന്നുപോയതിനു ശേഷം ഞാൻ ഒത്തിരി എൻ്റെ പഴയ ബാക്ക്ഗ്രൗണ്ട് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ദൈവം എൻ്റെ ജീവിതത്തിൽ കർത്താവിലായതിനു ശേഷം ചെയ്ത അത്ഭുതങ്ങൾ പറയാൻ പറ്റാതെ പോകും. അതുകൊണ്ട് ഞാൻ ഹല്ലേലൂയ അതോടെ ഷോർട്ട് കട്ട് ചെയ്ത് ഞാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എൻ്റെ യൗവനമൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ വിവാഹം നടന്നു. എനിക്ക് കർത്താവ് കൂട്ടായി തന്നിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സജി പി ജോൺ, ആമേൻ, ഞങ്ങൾ ഹല്ലേലൂയ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. അവരും ആമേൻ സ്തോത്രം ഈ യുയോമയം എന്ന് പറയും, കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അഞ്ചര സമുദായം എന്ന് പറയും. ബ്രാഹ്മിൻസിൽ നിന്നും കൺവേർട്ടായി വന്ന് ഒരു ബ്രാഹ്മിൻ ആയിരിക്കുന്ന വിദ്വാൻകുട്ടി എന്ന് പറയുന്ന അച്ഛൻ ഇത് ചെയ്ത് വളർത്തിക്കൊണ്ടുവന്ന ഒരു സഭയാണ്. അന്നത്തെ കാലത്ത് അത് വലിയൊരു ഉണർവ് സഭയായിരുന്നു. ആമേൻ സ്തോത്രം. അങ്ങനെ ആ ഒരു പശ്ചാത്തലത്തിൽ ഇരിക്കുന്ന വ്യക്തിത്വമായിരുന്നു എനിക്ക് വിവാഹമായിട്ട് നടന്നത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ഞങ്ങൾ എന്നിട്ടും ആമേൻ സ്തോത്രം കർത്താവ് ആരെന്നോ കർത്താവ് ദൈവം എന്തെന്നോ അറിയാതെ ഞങ്ങൾ വീണ്ടും, അന്ന് ഞങ്ങൾക്ക് ബിസിനസ് ഉണ്ടായിരുന്നു തിരുപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. ആമേൻ സ്വന്തമായിട്ട് ഞങ്ങൾക്ക് ബിസിനസ് ഉണ്ടായിരുന്നു. ആ ബിസിനസ് മാത്രമായിരുന്നു ഞങ്ങളുടെ ലൈഫ്, ഞങ്ങളുടെ എയിം, ഞങ്ങളുടെ എല്ലാം തന്നെ, ഞങ്ങളുടെ ഫ്യൂച്ചർ എല്ലാം ഞങ്ങൾ അതിനകത്ത് മാത്രം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഞങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന ആ ടൈമാണ്. ആമേൻ സ്തോത്രം. ക്രിസ്ത്യൻ ഭവനത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തിയാണെങ്കിൽ പോലും എൻ്റെ ഹസ്ബൻഡ് ആ ഒരു കർത്താവുമായിട്ടുള്ള ഒരു ബന്ധമോ യേശുവിനെ വിളിക്കണമെന്നുള്ളതോ ആ ഇതിൽ ആയിട്ടില്ലായിരുന്നു, അറിയത്തില്ലായിരുന്നു. ആമേൻ സ്തോത്രം. നന്നേ ചെറുപ്പത്തിൽ തന്നെ ജോലി സംബന്ധമായിട്ട് പഠനം കഴിഞ്ഞ് തമിഴ്നാട്ടിൽ വന്നതുകൊണ്ട് ആ ഒരു ഹൈന്ദവ വിശ്വാസത്തിൽ തന്നെ എൻ്റെ വിവാഹത്തിന് മുൻപ് തന്നെ ആമേൻ സ്തോത്രം ആ ഒരു വിശ്വാസത്തിലായിത്തീരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു എൻ്റെ ഹസ്ബൻഡ്. എന്നെ കൂടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടി ആ ഒരു വിശ്വാസത്തിൽ തന്നെ മുൻപോട്ട് എല്ലാ അമ്പലങ്ങളിലും പോകും. ഞങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ആകാൻ വേണ്ടിയിട്ട് അതിനകത്ത് ചെയ്യേണ്ട പൂജകൾ, മന്ത്രങ്ങൾ അല്ലെങ്കിൽ ഗണപതി ഹോമം അങ്ങനെ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഞങ്ങളുടെ ബിസിനസ്സിനകത്ത് ആ ഹോളിനകത്ത് ഞങ്ങൾ ചെയ്യുമായിരുന്നു. അങ്ങനെ തന്നെ മുമ്പോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നു. ബിസിനസ് നല്ല രീതിയിൽ ഡെവലപ്പായി പോകുമ്പോൾ ഞങ്ങളുടെ മോൻ മാത്രം അപ്പോൾ ഉണ്ട്. ആമേൻ സ്തോത്രം. അത് എത്ര മാത്രം ഡെവലപ്പ്
പോയോ അതേ രീതിയിൽ അത് ഡൗൺ ആയി വരുവാൻ ഇടയായി തീരുന്നു. ഒത്തിരി കടങ്ങളായി. ആമേൻ സ്വത്രം. ഞങ്ങൾ ഒത്തിരി കൊടുക്കുവാനുമുണ്ട്, ഞങ്ങൾക്ക് കിട്ടാനുമുണ്ട്. എന്നാൽ ആ ഒരു സാഹചര്യം വന്നപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിൽക്കുവാൻ കഴിയത്തില്ലാത്ത സാഹചര്യം വന്നു. ആമേൻ. അപ്പൊ മോൻ 3 വയസ്സ് ഉണ്ട്. ആമേൻ. മോളെ ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്നു. മോളെ ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ ഒത്തിരി സമ്പത്തോടു കൂടി ജീവിച്ചിരുന്ന അതേ ഏരിയയിൽ അതേ പുറത്ത് നിൽക്കുന്നവർക്ക് ഞങ്ങളുടെ ഇല്ലായ്മയോ അല്ലെങ്കിൽ ഞങ്ങളുടെ കഷ്ടതകളോ മനസ്സിലാകത്തില്ല, ഇല്ലെന്നുള്ളത് അവർക്ക് അറിയത്തില്ല. പക്ഷെ ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ശൂന്യമാണ്. പൈസ ഇല്ല, സാധനങ്ങളില്ല. മോൻ ഇളയ കുഞ്ഞാണ്. മോള് ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്നു. ഹസ്ബൻഡിനാണെങ്കിൽ ഈ കടത്തിന്റെ പ്രശ്നം, ജോലിയുടെ പ്രഷർസ് എല്ലാം കൂടെ ആയിട്ട് അവിടെ നിൽക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് പുറത്തു പോകും, രാത്രിയിലായിരിക്കും വീട്ടിൽ വരുന്നത്. അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ വന്നു. ആമേൻ. ഇതെല്ലാം കൂടെ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഓർത്തു, നമ്മുടെ ബിസിനസ് പോയി, ഞങ്ങൾക്ക് എല്ലാം കഴിഞ്ഞു, നമുക്കിനി സൂസൈഡ്, ആത്മഹത്യ ചെയ്യുന്നത് മാത്രമാണ് നമ്മുടെ മുമ്പിൽ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ ആമേൻ സ്വത്രം സൂസൈഡ് ചെയ്യുവാനായിട്ടൊക്കെ തുടങ്ങി. എന്നാൽ അതിൽ നിന്നെല്ലാം ഞങ്ങളുടെ കർത്താവ് ആമേൻ സ്വത്രം, ശത്രു ഏതൊക്കെ രീതിയിൽ ഞങ്ങളുടെ ജീവനെ അപഹരിക്കുവാൻ നോക്കിയോ അവിടെ നിന്നെല്ലാം എന്റെ കർത്താവ് അത്ഭുതകരമായി ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നു. ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുവാൻ ദൈവം ഞങ്ങളെ വിട്ടുകൊടുത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയി. മോളെ ഞാൻ 8 മാസം പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴൊക്കെ ഞാൻ ദിവസങ്ങളോളം പട്ടിണി കിടന്നിട്ടുണ്ട്. ആമേൻ സ്വത്രം. നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് വേറെയാണ്. എന്നാൽ ഹല്ലേലൂയ പട്ടിണി കിടക്കുക, പ്രത്യേകിച്ച് പ്രഗ്നൻസി ടൈമിൽ നാം പട്ടിണിയാണെങ്കിൽ എന്തുമാത്രം നമുക്ക് ടയർഡ് ഫീൽ ചെയ്യും നമുക്കറിയാം. എനിക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ല, എൻ്റെ വീട്ടിലും പറയാൻ പറ്റത്തില്ല, ആരോട് ഇല്ല എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് മിണ്ടാതെ ആമേൻ വെള്ളം മാത്രം കുടിച്ചൊക്കെ ഞാൻ ദിവസങ്ങളോളം ആമേൻ അങ്ങനെ നിന്നിട്ടുണ്ട്. പക്ഷേ കർത്താവിന്റെ കൃപയാൽ എനിക്കോ എൻ്റെ ഉദരത്തിൽ ഉണ്ടായിരുന്ന കുഞ്ഞിനോ ഒരു പ്രയാസവും വരാതെ ദൈവം സൂക്ഷിച്ചു. അന്നൊന്നും ഞാൻ ദൈവത്തെ അറിഞ്ഞിരുന്നില്ല. ഹല്ലേലൂയ. കർത്താവ് മുന്നമേ എന്നെ കണ്ടിരുന്നത് കൊണ്ട് കർത്താവ് എന്നെ സൂക്ഷിച്ചു. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ഒത്തിരി പ്രയാസ ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ചുവെങ്കിലും പിന്നീട് ആ ഏരിയയിൽ ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയത്തില്ല എന്നുള്ള സാഹചര്യം വന്നപ്പോൾ ഞങ്ങൾ ഓർത്തു, ഓക്കെ എന്നാൽ നമുക്ക് ഇവിടെ നാട്ടിലേക്ക് തന്നെ വരാം, ഹസ്ബൻഡ് വീട്ടിലേക്ക് നമുക്ക് വരാം. അപ്പച്ചൻ, അമ്മച്ചി, അനിയൻ എല്ലാവരും ഇവിടെ ഉണ്ട്, അവിടെ വരാമെന്ന് തീരുമാനിച്ചു. എന്നെയും കുഞ്ഞുങ്ങളെയും. അപ്പൊ മോളുടെ ഡെലിവറി കഴിഞ്ഞു. മോളുടെ ഡെലിവറി കഴിഞ്ഞ് 28ാമത്തെ ദിവസം ഞങ്ങൾ ജയന്തി ജനത കമ്പാർട്ട്മെന്റിൽ, ഒരു ലോക്കൽ കമ്പാർട്ട്മെന്റിൽ, ജയന്തി ജനത എക്സ്പ്രസ് ലോക്കൽ കമ്പാർട്ട്മെന്റിൽ ഒരു ഞങ്ങളെ 2 കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ കുറച്ച് സാധനങ്ങളെയും എടുത്തുകൊണ്ട് ഒരു ശൂന്യമായി ഒന്നുമില്ലാത്തവരായി ഞങ്ങൾ നാട്ടിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവം നമുക്ക് എത്ര ശൂന്യതകൾ വരുത്തിയാലും ദൈവഹിതപ്രകാരം ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന, നമ്മളെ കണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം തന്നെ ശൂന്യതകൾ കടന്നു വന്നാലും അതിനകത്ത് ദൈവത്തിന്റെ പദ്ധതികളെ നിറവേറ്റുവാൻ മാത്രമാണ് ആ വഴികളിലൂടെ നമ്മളെ കടത്തിവിടുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന, എന്റെ സാക്ഷ്യം കേൾക്കുന്ന ആരെങ്കിലും ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ടും എനിക്കെന്തേ ഈ ശൂന്യത, എനിക്കെന്തേ ഈ പ്രയാസം, എനിക്കെന്തേ ഈ ബുദ്ധിമുട്ട് എന്ന് ചോദ്യത്തോടായിരിക്കുന്നുവെങ്കിൽ നിങ്ങളെ കർത്താവ് പണിയുകയാണ്. അവൻ നല്ല കുശവനാണ്. ഹല്ലേലൂയ. തന്റെ കരങ്ങളിൽ ഇണങ്ങുന്ന ആയുധമായി ദൈവത്തിന്റെ ഹിതം എന്താണോ അതിൻ പ്രകാരം നിങ്ങളെ ഉപയോഗിക്കുവാനായി കർത്താവ് നിങ്ങളെ പണിയുകയാണ്. ഹല്ലേലൂയ. ഇതൊന്നും അറിയാതെ ഞങ്ങൾ ഇവിടേക്ക് കടന്നു വന്നു. ഇവിടെ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് വിട്ടിട്ട് ഹസ്ബൻഡ് എന്തെങ്കിലും വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് വീണ്ടും തിരിച്ചവിടേക്ക് പോയി. എന്നാൽ അവിടെ ദൈവം ഒരു വാതിൽ അടച്ചു കഴിഞ്ഞാൽ അത് ആർക്കും തുറക്കുവാൻ കഴിയത്തില്ല. കാരണം ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നാം വരണം എന്നുള്ളത് ദൈവത്തിന്റെ പ്ലാനാണ്. ഹല്ലേലൂയ. അവിടെ പോയി നിൽക്കുവാൻ കഴിയാതെ വീണ്ടും ഹസ്ബൻഡ് ഒത്തിരി ബുദ്ധിമുട്ടുകൾ സഹിച്ച്, പ്രയാസങ്ങൾ, പട്ടിണികളൊക്കെ, ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ച് വീണ്ടും നാട്ടിലേക്ക് തന്നെ കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. ഞങ്ങൾക്ക് അന്ന് ഞാൻ ഇവിടെ വന്ന സമയത്തെന്ന് പറഞ്ഞാൽ എനിക്ക് മലയാളം ഒട്ടും അറിയത്തില്ല. കുറച്ചൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുമെന്നല്ലാതെ തിരിച്ചു പറയാനോ അക്ഷരങ്ങൾ കൂട്ടി വായിക്കാനോ എഴുതാനോ ഒന്നും തന്നെ എനിക്ക് അന്ന് അറിയത്തില്ലായിരുന്നു. ആമേൻ സ്തോത്രം. അങ്ങനെ പക്ഷേ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തു പോകാതിരിക്കാൻ കഴിയത്തില്ലല്ലോ. അപ്പൊ മോളെയും കൊണ്ടൊക്കെ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ അന്ന് ഞാൻ കാണുന്ന, എന്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യം, ഹല്ലേലൂയ, മനസ്സിൽ വരുന്നതല്ല ഞാൻ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതാണ് എന്റെ രക്ഷയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വേണം പറയാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിനെ ദൈവം കണ്ടിരിക്കുന്ന വ്യക്തിത്വത്തെ ഏത് വിധേനയും രക്ഷിക്കുവാൻ ദൈവത്തിന് കഴിയും. ഇന്ന വിധത്തിലൂടെ മാത്രം എന്നാണ് മനുഷ്യരാകുന്ന നാം ചിന്തിക്കുന്നത്. എന്നാൽ ദൈവത്തിന് താൻ കണ്ടിരിക്കുന്ന മക്കളെ ഏത് വിധേനയും കർത്താവിനെ രക്ഷിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങൾ അങ്ങനെ പുറത്തു പോകുന്ന സമയത്ത് എവിടെ നോക്കിയാലും കുറെ പ്രാവശ്യമായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിക്കുവാൻ ഇടയായിത്തീരുന്നത്. അതുവരെ ഞാൻ ഇങ്ങനെ പുറത്തു പോകുമ്പോൾ കാഴ്ചകൾ മാത്രം കാണുന്ന പോലെ, കാരണം എനിക്ക് മലയാളം വായിക്കാൻ അറിയത്തില്ല, പിക്ചേഴ്സ് കുഞ്ഞുങ്ങൾ കാണുന്ന പോലെ ഇങ്ങനെ ബസ്സിൽ യാത്രയൊക്കെ ചെയ്യുമ്പോൾ സൈഡിൽ 2 സൈഡിലുള്ളതും ബോർഡ് ഭിത്തിയിലുള്ളതൊക്കെ ഇങ്ങനെ നോക്കും. അങ്ങനെ നോക്കുമ്പോൾ എവിടെ നോക്കിയാലും എന്റെ കണ്ണിൽ പെടുന്നത് മുമ്പിൽ എന്തൊക്കെയോ മലയാള അക്ഷരങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് എൻഡിൽ എഴുതിയിരിക്കുന്നത് 1631 എന്നുള്ള ആ നമ്പർ മാത്രമാണ്.
ആമേൻ. അങ്ങനെ ആ നമ്പർ കാണുന്ന ആ സമയത്ത് കുറെ പ്രാവശ്യം ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം എന്റെ ഹസ്ബൻഡിനോട് ഞാൻ ചോദിച്ചു, ആമേൻ, എവിടെ നോക്കിയാലും ഈ 1631 എഴുതിയിരിക്കുന്ന ഈ മുമ്പിൽ എന്തോ എഴുതിയിരിക്കുന്ന ആ വാക്യം മാത്രമാണല്ലോ എന്റെ കണ്ണിൽ പെടുന്നത്. അത് ചോദിക്കുവാൻ കാരണം അന്ന് ഞങ്ങൾ യാത്ര ചെയ്ത ബസ്സിൽ ഡ്രൈവർ സീറ്റിന്റെ പുറകിൽ അതേ ഇത് തന്നെയാണ് എഴുതിയിരുന്നത്. ആമേൻ. ഞാൻ എന്റെ ഹസ്ബൻഡിനോട് ചോദിച്ചിട്ട് ഇവിടെയും എഴുതിയിരിക്കുന്നല്ലോ, ഇത് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഹസ്ബൻഡ് അത് നോക്കിയിട്ട് പറഞ്ഞു, ഇത് ബൈബിളിലെ ഒരു വാക്യമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ആമേൻ. അങ്ങനെ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനിത് ഒത്തിരി പ്രാവശ്യം കണ്ടല്ലോ, ആ നമ്പറിന്റെ മുമ്പിൽ എഴുതിയിരിക്കുന്ന ആ മലയാളം എന്തുവാണെന്ന് എനിക്കൊന്ന് വായിച്ചു കേൾപ്പിക്കാമോ എന്ന് ഞാൻ എന്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു. അപ്പോൾ എന്റെ ഹസ്ബൻഡ് അത് വായിച്ചു കേൾപ്പിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 16:31, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നുള്ള തിരുവചനമായിരുന്നു. ഹല്ലേലൂയ. എന്റെ കണ്ണിൽ കർത്താവ് എന്നെ കാണിച്ചു കൊണ്ടിരുന്നത്. ആമേൻ. അന്ന് എനിക്ക് അക്ഷരം അറിയത്തില്ല, പക്ഷെ എന്റെ ഹസ്ബൻഡ് അത് വായിച്ചു കേൾപ്പിച്ചപ്പോൾ ഞാൻ ഓർത്തു, ഓ, വിശ്വസിച്ചാൽ മാത്രം മതിയോ? യേശു കർത്താവിൽ വിശ്വസിച്ചാൽ രക്ഷ പ്രാപിക്കുമെന്നാ പറയുന്നത്. പക്ഷേ രക്ഷിക്കപ്പെടണമെങ്കിൽ, രക്ഷ പ്രാപിക്കണമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം, ഒത്തിരി കാര്യങ്ങൾ കൊണ്ടുപോയി അവിടെ സമർപ്പിക്കണം എന്നൊക്കെയാണ് ഞാൻ പഠിച്ചു വെച്ചിരുന്നതും ഞാൻ കണ്ടിരുന്നതും. എന്നാൽ വിശ്വസിച്ചാൽ മാത്രം മതിയോ എന്നുള്ള ഒരു ചോദ്യം മാത്രം എന്റെ മനസ്സിൽ വന്നിട്ട് അതോടുകൂടി ആ വാക്യം കണ്ടതും ഒക്കെ ഞാൻ അത് വിട്ടു. ഞങ്ങൾ മുമ്പോട്ട് ഇങ്ങനെ പോവുകയാണ്. ഇവിടെ വന്ന് ഒരു ജോലിയും ഞങ്ങൾക്ക് അറിയത്തില്ല, എന്തു ചെയ്യണം, കുഞ്ഞുങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം, പഠിപ്പിക്കണം എന്നുള്ള വളരെ നിരാശയിലും ബുദ്ധിമുട്ടിലും ഒക്കെയാണ് ഞങ്ങൾ ആയിരിക്കുന്നത്. അങ്ങനെ ആയിരുന്ന സമയത്തെയാണ് ഹല്ലേലൂയ 2005 ഡിസംബറിൽ ഇവിടെ കോട്ടയത്ത് നാഗമ്പടം നെഹ്റു മൈതാനത്തിൽ വന്നിട്ട് വലിയൊരു ജീസസ് കോൾസിന്റെ ക്രൂസൈഡ് നടക്കുന്നു എന്നുള്ള പരസ്യങ്ങൾ ഇവിടെ എല്ലാം കണ്ടു. ആമേൻ. ഇവിടെ എല്ലാം കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ പോയി അവിടെ പ്രാർത്ഥിക്കണമെന്നുള്ളതല്ല. ജീസസ് കോൾസിന്റെ DGS അങ്കിൾ എന്നുണ്ട്, DGS അങ്കിളാണ് ആ മീറ്റിംഗ് പ്രസംഗിക്കുന്നത്. അപ്പൊ DGS അങ്കിൾ തമിഴ് സംസാരിക്കുന്ന ചെന്നൈയിൽ നിന്ന് വരുന്ന ആളായതുകൊണ്ട് നമുക്ക് അവിടെ കടന്നു ചെന്ന് അവരോട് നമ്മുടെ കാര്യങ്ങളെ പങ്കുവെച്ചാൽ അങ്കിൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്കിളിനോട് ഞങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെ കടമായി, പ്രശ്നമായി, തൊഴിലില്ല, ഞങ്ങൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുവാൻ നോക്കി നടന്നില്ല, ഇനി ഞങ്ങൾ മുമ്പോട്ട് എങ്ങനെ ജീവിക്കും എന്നുള്ളത് ഒരു സൂത്രം ആലോചന, അല്ലെങ്കിൽ അങ്കിളിനോട് നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യണം, അത്ര മാത്രമേ ഞങ്ങൾ ചിന്തിച്ചിരുന്നുള്ളൂ. അത് പോകാൻ കാരണം ബിസിനസ് ഒക്കെ ഒത്തിരി ഡൗൺ ആയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാനല്ല, എന്റെ ഹസ്ബൻഡ് ജീസസ് കോൾസിന്റെ പ്രയർ ടവറിലേക്ക് വിളിച്ച് പ്രാർത്ഥിച്ച അനുഭവങ്ങളുണ്ട്. ആമേൻ. അതുകൊണ്ട് ഹസ്ബൻഡ് പറഞ്ഞു, നമുക്ക് അങ്ങ് പോയാൽ അങ്കിളിനെ കാണാൻ പറ്റും, അങ്കിളിലെ പ്രസംഗിക്കാൻ വരുന്നേ, അതുകൊണ്ട് നമുക്ക് അങ്കിളിനെ കണ്ട് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞപ്പം എനിക്കും സന്തോഷമായി. ഓക്കെ, നമുക്ക് കണ്ട് പറയാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആ മീറ്റിങ്ങിനെ ഒത്തിരി ബുദ്ധിമുട്ടി പ്രയാസങ്ങൾ സഹിച്ച് ഞങ്ങൾ ആ മീറ്റിങ്ങിന് കടന്നുപോയി. മീറ്റിംഗ് 4 ദിവസത്തെ മീറ്റിംഗ് ആയിരുന്നു. ആമേൻ. എല്ലാ ദിവസങ്ങളിലത്തെ ഫസ്റ്റ് ഡേയിൽ തന്നെ ഞങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് അങ്കിളിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അങ്കിളിനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള വോളണ്ടിയേഴ്സ് ഞങ്ങളെ കണ്ടിട്ട് പറഞ്ഞു, എല്ലാവരും വരുന്നവരെല്ലാം അങ്കിളിനെ കാണണമെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ കാണാൻ പറ്റത്തില്ലോ, ഇത്രയും ജനസമൂഹം എല്ലാവർക്കും കാണാൻ പറ്റത്തില്ലല്ലോ. നിങ്ങളുടെ പ്രോബ്ലം എന്താ, നിങ്ങളുടെ പ്രാർത്ഥന വിഷയം എന്താ, പറ, ഞങ്ങൾ പ്രാർത്ഥിക്കാം. അങ്കിൾ പ്രാർത്ഥിക്കുന്ന അതേ യേശുവിനോട് തന്നെയാണ് ഞങ്ങളും പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞ വോളണ്ടിയേഴ്സ് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് അവരോട് ഞങ്ങളുടെ കാര്യങ്ങൾ പങ്കുവെക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട്, ഇല്ല, ഞങ്ങൾ നാളെ വരാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോന്നു. അങ്ങനെ എല്ലാ ദിവസവും വൈകിട്ടും ഞങ്ങൾ മീറ്റിങ്ങിന് പോകുവാനിടയായി. അവിടെ പ്രസംഗിക്കുന്നതോ പാടുന്നതോ ഒന്നും തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ക്രിസ്ത്യൻ കൂട്ടായ്മക്കകത്ത്, ഇത്രയും വലിയ ജനസമൂഹത്തിനകത്ത്, യേശുവിന്റെ അടുത്ത്, അല്ലെങ്കിൽ യേശുവിനെ വിളിക്കുന്ന അത്ര ആൾക്കാരുടെ മധ്യത്തിൽ ഫസ്റ്റ് ടൈം ഞാൻ പോവുകയാണ്. ആമേൻ. ഫസ്റ്റ് ടൈം പോയിട്ട് ഞാനിങ്ങനെ കാഴ്ചകൾ കാണുന്ന പോലെ, ചിലർ കൈ കൊട്ടുന്നു, ചിലർ കൈ ഉയർത്തുന്നു, ചിലർ അന്യഭാഷ പറയുന്നു, ചിലർ ആരാധിക്കുന്നു എന്നൊക്കെ. ആമേൻ. അതെല്ലാം ഒരു പുതിയ അനുഭവമായി, പുതിയൊരു കാഴ്ച കാണുന്നത് പോലെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. അപ്പം ഈ ചുമ്മാതിരുന്ന ഇതല്ലേന്ന് ഓർത്തിട്ട് ഞാൻ അപ്പൊ അടുത്തിരിക്കുന്നവരെയൊക്കെ ഒന്ന് നോക്കും. എനിക്ക് പാട്ടൊന്നും അറിയത്തില്ല, പറയുന്നത് മനസ്സിലാകത്തുമില്ല. അവർ കൈകൊട്ടി ദൈവത്തെ ആരാധിക്കുകയാണെങ്കിൽ ഞാനും കൈകൊട്ടും, അവർ കൈ ഉയർത്തുകയാണെങ്കിൽ ഞാനും കൈകളെ ഉയർത്തും. എന്നിട്ട് ഞാൻ തന്നെ മനസ്സിൽ ചിന്തിച്ചു, ഓ, യേശുവിനോടൊക്കെ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെയൊക്കെ കൈകൊട്ടിയും കൈ ഉയർത്തിയും ഒക്കെ ആയിരിക്കും പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, നമുക്കും അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാനും അങ്ങനെ അവരെ കണ്ടുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ലാസ്റ്റ് ഡേ ആയപ്പോൾ ഞങ്ങൾക്ക് ഓരോ ദിവസങ്ങളും അങ്കിളിനെ കാണാമെന്ന് ഓർക്കുമ്പോൾ കാണാൻ പറ്റുന്നില്ല. അവസാനത്തെ ദിവസമായപ്പം ഞാൻ ഓർത്തു, ലാസ്റ്റ് ഓരോ ദിവസങ്ങളിലും ഡെയിലിയും ഈ സ്തോത്ര കാഴ്ചയുടെ ബക്കറ്റ്, അത് ഞങ്ങളുടെ മുമ്പിൽ ആ പാത്രം ഞങ്ങളുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വോളണ്ടിയേഴ്സും വലിയ കൂട്ടവും ആയതുകൊണ്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ വീണ്ടും വീണ്ടും നമ്മുടെ അടുത്ത് വരുന്ന പോലത്തെ എനിക്ക് തോന്നി. അങ്ങനെ ഫ്രണ്ടിൽ ഞങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ എനിക്ക് അതിനകത്ത് നിക്ഷേപിക്കുവാൻ ഒന്നുമില്ല, എന്റെ കരം വെറും ശൂന്യമായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ആ ബക്കറ്റിന്റെ മുമ്പിൽ വന്നപ്പോൾ ഈ 3-4 ദിവസത്തിനിടയ്ക്ക് എപ്പോഴാണ്
എപ്പോഴാണ് ഞാൻ അത് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ആ ബക്കറ്റ് എന്റെ മുമ്പിൽ വീണ്ടും വീണ്ടും വന്നപ്പോൾ എന്റെ മനസ്സ് ഒത്തിരി ദുഃഖിച്ചിട്ട് വേദനിച്ചിട്ട് ഞാൻ പറഞ്ഞു, യേശുവെ, ഒത്തിരി ദൈവങ്ങൾക്ക് ഞാൻ ഒത്തിരി കാര്യങ്ങൾ അവരവർക്ക് ഇഷ്ടമുള്ളതും അവരവർ ചോദിക്കുന്നതും അവരവർക്ക് വേണ്ടതുമായ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിന്റെ അടുത്ത് ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ട് കടന്നു വന്നിരിക്കുന്നത്. നിനക്ക് വേണ്ടി തരാനായിട്ട് എനിക്ക് ബക്കറ്റിനകത്ത് ഇടാനായിട്ട് എന്റെ കയ്യിൽ ഒന്നുമില്ല. ഞാനിപ്പോ എന്റെ കരം ശൂന്യമാണ്. എന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. എനിക്കൊന്നും തരാനായിട്ടില്ല. പക്ഷെ ഈ ബക്കറ്റ് വീണ്ടും വീണ്ടും എന്റെ മുമ്പിൽ വരുമ്പോൾ എനിക്ക് വേദനയാണ് അനുഭവപ്പെടുന്നത്. ഇപ്പൊ ഞങ്ങളുടെ സിറ്റുവേഷനിൽ ഞങ്ങളുടെ 4 പേരുടെ ജീവൻ മാത്രമാണ് ഞങ്ങളുടെ കരത്തിലുള്ളത്. ആമേൻ. യേശുവെ, നിനക്ക് നിന്റെ കരത്തിൽ ആമേൻ ഈ ബക്കറ്റിനകത്ത് ഞങ്ങളുടെ 4 പേരുടെ ജീവനെ ഞാൻ തരാമെന്ന് പറഞ്ഞു. എനിക്ക് തരാനായിട്ട് മറ്റൊന്നുമില്ല, യേശുവിന് വേണ്ടി തരാൻ ഞങ്ങളുടെ 4 പേരെ ഞാൻ തരാമെന്ന് പറഞ്ഞ ഹല്ലേലൂയ സ്തോത്രം. ആ ഒരു വാക്ക് ദൈവത്തോട് ഞാൻ പറയുവാനിടയായി. പക്ഷെ അത് സമർപ്പണമാണ്, കർത്താവിന്റെ മുമ്പിലുള്ള വലിയൊരു സമർപ്പണമാണെന്നുള്ളത് പിന്നീട് വിശ്വാസത്തിൽ വന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. പക്ഷെ അത് എന്റെ അതരത്തിൽ നിന്നും, ഞാൻ എന്റെ വായിൽ നിന്നും ആ വാക്ക് പറയുവാൻ വേണ്ടിയാണ്, എന്നെ കൊണ്ട് പറയിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ ശൂന്യതയിലൂടെ കർത്താവ് ഒന്നുമില്ലായ്മയിലൂടെ എന്നെ കൊണ്ടുവന്നത്. ആരെ ഏതൊക്കെ സിറ്റുവേഷനിലൂടെ കടത്തി കൊണ്ടുപോയാൽ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് അവർ കടന്നു വരുമെന്നുള്ളത് ദൈവത്തിന് നന്നായി അറിയാം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ കാര്യത്തിനും ദൈവത്തെ ചോദ്യം ചെയ്യാതെ അതിനകത്തുള്ള ദൈവിക പദ്ധതികൾക്കായി നാം ഒരുങ്ങുന്നുവെങ്കിൽ കർത്താവ് നമ്മെ അതിലേക്ക് കൊണ്ടുവരുവാൻ ഇടയാകും. ഹല്ലേലൂയ. അങ്ങനെ ആ വാക്കൊക്കെ ഞാൻ പറഞ്ഞ് ലാസ്റ്റ് ഡേ ആയി. ആമേൻ. എല്ലാവരും സമർപ്പണ പ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാമെന്ന് പറഞ്ഞു. എഴുന്നേറ്റ് നിന്ന് എല്ലാവരും കരം ഉയർത്തി പ്രാർത്ഥിക്കുക. അപ്പൊ ഞാനും എഴുന്നേറ്റ് നിന്നു. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയല്ലേ എന്ന് ഓർത്തിട്ട് ഞാനും എഴുന്നേറ്റ് നിന്നു. കരം ഉയർത്തി പ്രാർത്ഥിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഞാൻ കരം ഉയർത്തിയപ്പോൾ അന്നത്തെ ഞങ്ങളുടെ ആമേൻ ഇല്ലായ്മ, ശൂന്യത, നഷ്ടം, അല്ലെങ്കിൽ ഒറ്റപ്പെടൽ, ഇതെല്ലാം ദുഃഖം, വേദന, അത് മുഴുവനും ഓർത്തിട്ട് ഞാൻ അങ്ങ് കരയുവാൻ തുടങ്ങി. ആമേൻ സ്തോത്രം. കരച്ചിൽ മാത്രം, കരഞ്ഞുകൊണ്ട് നിൽക്കുക. പ്രാർത്ഥിക്കുകയൊന്നുമല്ല, യേശുവിനോട് സംസാരിക്കുകയല്ല, ഒന്നും ചെയ്യുകയില്ല. ഞങ്ങളുടെ സിറ്റുവേഷൻ ഇങ്ങനെ ആയല്ലോ, ഇനി ജീവിതം മുന്നോട്ട് എങ്ങനെയായിരിക്കും എന്ന് ഓർത്ത് ഞാൻ ആ ഒരു വിഷമത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്രയും ക്രൗഡ്, അത്രയും മൈക്ക് സിസ്റ്റം ശബ്ദം, ഇതിന്റെ ഇടയ്ക്ക് ആമേൻ സ്തോത്രം വലിയൊരു ഇടിമുഴക്കം പോലെ എന്റെ ചെവിക്കകത്തൊരു ശബ്ദം ഞാൻ കേൾക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. അന്ന് ആ ബസ്സിൽ വായിച്ചു കേൾപ്പിച്ച ആ വചനം, കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നൊരു തിരുവചനം. ഹല്ലേലൂയ. വലിയൊരു ഇടിമുഴക്കത്തിന്റെ ശബ്ദം പോലെ എന്റെ ചെവിക്കകത്ത് മുഴങ്ങി കേൾക്കുവാൻ ഇടയായി. ഹല്ലേലൂയ സ്തോത്രം. ആ സമയത്ത് തന്നെ എന്റെ മനസ്സിനകത്ത് ഞാൻ പറയുന്നു, ആമേൻ സ്തോത്രം, കർത്താവെ, ഏത് ലാംഗ്വേജിൽ പറഞ്ഞെന്നറിയത്തില്ല, കർത്താവിനോട് ഞാൻ പറഞ്ഞു, ആമേൻ, അങ്ങയിൽ വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടുമെന്നല്ലേ വചനം പറയുന്നെന്നാണല്ലോ പറയുന്നത്. ആമേൻ. അതേ കർത്താവെ, ആമേൻ, ഈ നിമിഷം ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു. ഞാൻ ഒത്തിരി ദൈവങ്ങളുടെ അടുത്ത് പോയിട്ടുണ്ട്, അവരാരും എന്നെ രക്ഷിച്ചില്ല. ഇപ്പോൾ ഞങ്ങൾ ഈ സിറ്റുവേഷനിൽ, ഈ സാഹചര്യത്തിൽ വന്നു നിൽക്കുകയാണ്. നിന്റെ വചനമാണ് ഇങ്ങനെ പറയുന്നെങ്കിൽ ആ വചനപ്രകാരം ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു. എന്നെയും എന്റെ കുടുംബത്തെയും നീ അങ്ങനെ തന്നെ ഞാൻ ചോദിച്ചത്, യേശുവേ, അങ്ങെങ്കിലും എന്നെ രക്ഷിക്കാവോ എന്ന് ഞാൻ ഒരു ചോദ്യം ചോദിച്ചത് മാത്രം എനിക്കറിയാം. ഹല്ലേലൂയ. ഈ ശബ്ദം കേൾപ്പിച്ചു. ഞാൻ ഇങ്ങനെ പറഞ്ഞ അടുത്ത സെക്കൻഡിൽ ഹല്ലേലൂയ ഉയരത്തിൽ നിന്നും വലിയൊരു ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്നത് പോലെ ആമേൻ ദൈവശക്തി, ദൈവ സാന്നിധ്യം എന്റെ മേൽ ഇറങ്ങി വരുവാനിടയായി. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ദൈവ സാന്നിധ്യം ഉണ്ടെന്നോ, ദൈവ സാന്നിധ്യം നമുക്ക് ശരീരത്തിൽ തിരിച്ചറിയുവാൻ, ആമേൻ, രുചിച്ചറിയുവാൻ, അനുഭവിച്ചറിയുവാൻ കഴിയുമെന്നോ അങ്ങനെയുള്ള ഒരു അറിവോ, ആമേൻ, അങ്ങനെയുള്ളത് ഞാൻ കാണുകയോ കേൾക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഹല്ലേലൂയ, കർത്താവ് എന്നെ നിറയ്ക്കുവാനിടയായി. ആമേൻ സ്തോത്രം. ഈ എന്റെ അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം പറയുവാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. പാപിയായിരിക്കുന്ന ഒരു വ്യക്തിത്വം ഏത് സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ാണെങ്കിലും ആമേൻ, കർത്താവാണ് എന്റെ രക്ഷകനെന്ന് വിശ്വസിച്ച് ആ കർത്താവിന്റെ അടുത്തേക്ക്, കർത്താവെ എന്റെ അടുത്തൊന്ന് വരാമോ എന്ന് ചോദിക്കുന്ന ആ ചോദ്യം കേൾക്കുവാൻ രക്ഷകൻ വെയിറ്റ് ചെയ്യുകയാണ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വരുന്നപ്പാ എന്ന് നമ്മൾ ഒരു വാക്ക് പറയുകയാണെങ്കിൽ ആ വാക്കിന്റെ മുമ്പിൽ സ്വർഗം തുറന്ന് ഉറപ്പായിട്ടും ഏത് അവസ്ഥയിൽ, ഏത് സാഹചര്യത്തിൽ, ഏത് സ്ഥലത്തായിരുന്നാലും നിന്റെ അടുത്ത് കടന്നു വരുവാൻ ഹല്ലേലൂയ ആ കർത്താവ് ഉറ്റുനോക്കിയിരിക്കുകയാണ്. ആമേൻ സ്തോത്രം. തിരുവചന പ്രകാരം ആമേൻ രക്ഷ ഏറ്റുപറഞ്ഞ് സ്നാനപ്പെട്ട് അല്ലെങ്കിൽ പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കുന്ന അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് അഭിഷേകം കിട്ടുന്നതെന്ന് ഞാൻ പിന്നീട് ഒത്തിരി പേരിൽ നിന്ന് കേൾക്കുകയും കാണുകയും ചെയ്തു. എന്നാൽ എന്റെ അനുഭവത്തിൽ കർത്താവ് ഹല്ലേലൂയ സ്തോത്രം, ഞാനൊരു വാക്ക് ആമേൻ, കർത്താവെ അങ്ങ് കടന്നു വരാമോ എന്ന് ഞാൻ ചോദിച്ച മാത്രയില് ആമേൻ ആ സ്നേഹനിധിയാകുന്ന കർത്താവ് ആമേൻ എന്റെ അടുത്തേക്ക് കടന്നു വന്നു. മാത്രമല്ല പ്രൈസ് ദി ലോർഡ്, ആമേൻ, വചനം പറയുന്ന കാര്യങ്ങൾ മുഴുവനും പൂർണ്ണതയുള്ളതാണ്, തികവുള്ളതാണ്. ആമേൻ. കർത്താവ് യേശുവിൽ നീ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. എന്നെ നിറച്ച അതേ ദൈവത്തിന്റെ സാന്നിധ്യം അടുത്ത സെക്കൻഡിൽ എന്റെ അടുത്ത് നിന്നിരുന്ന എന്റെ ഹസ്ബൻഡിനെയും നിറയ്ക്കുവാനിടയായി. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾ രണ്ടുപേരും പരിശുദ്ധാത്മ നിറവിനാൽ
കരം ഞങ്ങളെ തൊട്ടിട്ടില്ല, മനുഷ്യരാരും ഞങ്ങളുടെ അടുത്ത് വന്നിട്ടില്ല, ഞങ്ങളോട് ആരും സുവിശേഷം പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് വേണ്ടി ആരും പ്രാർത്ഥിച്ചിട്ടുമില്ല. സ്വർഗസ്ഥനായ ദൈവം ഹല്ലേലൂയ ഞങ്ങളുടെ അവസ്ഥ കണ്ട് അവിടെ കടന്നു വന്ന് ഞങ്ങളെ രണ്ടുപേരെയും ആത്മാവിൽ നിറയ്ക്കുവാനിടയായി. ആമേൻ. അപ്പോൾ എനിക്ക് ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ, ആമേൻ, എനിക്ക് കണ്ണു തുറക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ഞാൻ കരങ്ങൾ ശക്തമായി അടിക്കുന്നുണ്ട്. നേരത്തെ മറ്റുള്ളവർ കരവടിക്കുന്ന കണ്ട് കരവടിച്ചതുപോലെ അല്ല കേട്ടോ. ഹല്ലേലൂയ. ഈ ഒരു അനുഭവം ഉണ്ടായതിനു ശേഷം എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ശക്തമായിട്ട് ഞാൻ കരവടിക്കുന്നുണ്ട്, കണ്ണു തുറക്കാൻ പറ്റുന്നില്ല. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഞാൻ മാറിപ്പോകുന്നുണ്ടെന്നുള്ളത് എനിക്ക് അകത്ത് ബോധമുണ്ട്. പക്ഷെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ക്രൈസ്തവോട് എന്തൊക്കെയോ ഞാൻ അതരങ്ങളിൽ പറയുന്നുണ്ട്. ഇതെല്ലാം എനിക്ക് മനസ്സിലാകുന്നുവെങ്കിൽ പിന്നെ വോളണ്ടിയേഴ്സ് പെട്ടെന്ന് വന്നു, ഞങ്ങളെ പിടിച്ചു. ഞങ്ങൾ 2 കൊച്ചു കുഞ്ഞുങ്ങളാണല്ലോ, അവരെ വോളണ്ടിയേഴ്സ് എടുത്തിട്ട് ആമേൻ, അവര് തന്നെ ഈ വോളണ്ടിയേഴ്സ് തന്നെ പറഞ്ഞു, വാ നമുക്ക് DG സംഘങ്ങളുടെ അടുത്ത് പോയി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ആമേൻ ഞങ്ങളെ കുടുംബമായിട്ട് സ്റ്റേജിലേക്ക് അവർ കൊണ്ടുപോയി. ആമേൻ സ്തോത്രം. അങ്ങനെ ഞങ്ങളുടെ തലയിൽ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി ആദ്യമായിട്ട് പ്രാർത്ഥിച്ചത് സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന DG സംഘൾ, ഇന്ന് കർത്താവിൽ വിശ്രമിക്കുന്ന ആമേൻ ഹല്ലേലൂയ DG സംഘളാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. അന്ന് അങ്കിൾ പക്ഷെ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളോട് എന്തൊക്കെയോ പ്രവചനമൊക്കെ പറഞ്ഞു. പ്രവചനം എന്ന് പറഞ്ഞാൽ അന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, അത് എന്താണെന്ന് പോലും കേട്ടില്ല. ഞങ്ങൾക്ക് ഒരേ ഒരു സന്തോഷം, അങ്കിളിന്റെ അടുത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാണല്ലോ നമ്മൾ അവിടെ പോയത്. അങ്കിൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അത്ര മാത്രം ഞങ്ങളുടെ സന്തോഷം. ഹല്ലേലൂയ. ആ അനുഭവത്തിന്റെ ശേഷം ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് കടന്നു വന്നു. അങ്ങോട്ട് പോയത് ഞങ്ങൾ വലിയൊരു ദുഃഖത്തിൽ, അല്ലെങ്കിൽ മനസ്സ് നിറച്ചു വേദന ഭാരത്തോടെ ഞങ്ങൾ അവിടെ കടന്നുപോയെങ്കിൽ തിരിച്ചു വന്നപ്പോൾ ഭയങ്കര സന്തോഷം, സമാധാനം ഞങ്ങൾക്ക് ഫീൽ ചെയ്താണ് ഞങ്ങൾ കടന്നു വന്നത്. അങ്ങനെ വീട്ടിൽ കടന്നു വന്നതിന് ശേഷമാണ് പിന്നീടാണ് ഞങ്ങൾ കർത്താവിനെ അറിയുവാനും എവിടെയാണ് കൂട്ടായ്മയ്ക്ക് പോകേണ്ടത് എന്താണെന്നുള്ളത് പിന്നീടാണ് ഞങ്ങൾ അന്വേഷിക്കുവാനിടയായത്. ആമേൻ സ്തോത്രം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നുള്ള വചനപ്രകാരം, പ്രൈസ് ദി ലോർഡ്, ഞങ്ങൾ അന്വേഷിച്ചു പോയതല്ല. കർത്താവ് ഞങ്ങളെ കണ്ടിരുന്നത് കൊണ്ട് ദൈവം ദൈവപാദപ്രത്യങ്കിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കൂട്ടായ്മകൾ എവിടെയാണെന്ന് നോക്കി അത് ഒന്ന് ഓർക്കണം. ആമേൻ സ്തോത്രം. ക്രിസ്ത്യൻസ് ഫെലോഷിപ്പ് എന്ന് മാത്രം അറിയാം. അതിനകത്ത് സത്യത്തിലും ആത്മാവിലുള്ള കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എന്തുവാ, അല്ലാത്തതെന്ന് പറഞ്ഞാൽ എന്തുവാ, ഏതാണ് ചർച്ച്, ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെങ്കിൽ കർത്താവ് ഒരു വ്യക്തിത്വത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിത്വത്തെ വീണ്ടെടുത്ത് പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് ആമേൻ പിന്നീടുള്ള കാര്യങ്ങളെ ഗൈഡ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഗൈഡ് ചെയ്തു. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു കൂട്ടായ്മയിൽ ഞങ്ങളെ കർത്താവ് കൊണ്ടുപോയി. അവിടെ കടന്നുപോയി ഇങ്ങനെ ഞങ്ങൾ ആരാധിച്ച് ഭയങ്കര സന്തോഷം. ആമേൻ. അപ്പോഴും കടങ്ങളുണ്ട്. ആമേൻ. എല്ലാം ഉള്ളപ്പോഴും തന്നെ ഞങ്ങൾ ഭയങ്കര സന്തോഷമായിട്ട് ആരാധിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുന്ന ആ സമയത്ത് ഹല്ലേലൂയ കുറെ നാളുകൾ വചനങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് തിരുവചന പ്രകാരം ആമേൻ കർത്താവിനോട് ചേരണമെങ്കിൽ ജലത്തിൽ കർത്താവിനെ സാക്ഷീകരിക്കണമെന്നുള്ള സത്യബോധ്യം ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പാസ്റ്ററിനോട് ചോദിക്കുവാനിടയായി, ഞങ്ങൾക്ക് സ്നാനം വേണമെന്ന്. ഹല്ലേലൂയ. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, ആമേൻ കുറച്ചുകൂടി നിങ്ങൾ വചനം പഠിച്ചിട്ട് മതി, ഇപ്പൊ ഉടനെ വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് വചനം മനസ്സിലായി കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് കർത്താവിനോട് ചേരുവാനുള്ള ഏക വഴി എന്ന് പറയുന്നത് ജലത്തിൽ കർത്താവിനെ സാക്ഷീകരിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊരു മാനുഷ്യ കൽപ്പനയല്ല. ദൈവവചനത്തിൽ ഒരു ഗ്രൂപ്പിന് വേണ്ടി, വിഭാഗത്തിന് വേണ്ടി മാത്രം എഴുതി വെക്കപ്പെട്ടിരിക്കുന്ന കാര്യവുമല്ല. മനുഷ്യരായിട്ട് നാം ജനിച്ചിട്ടുണ്ടോ, നാം രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവിനെ സാക്ഷീകരിച്ച് കർത്താവിനോട് ചേരുവാൻ ഈ ഭൂമിയിൽ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന വ്യവസ്ഥ ജലത്തിൽ ഇറങ്ങി മുഴുകൽ സ്നാനം ഏൽക്കുക എന്നുള്ളത് മാത്രമാണ് കർത്താവിനോട് ചേരുവാനുള്ള ഏക മാർഗം. ഹല്ലേലൂയ. അത് തിരുവചന പ്രകാരം ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങൾ കർത്താവ് ആമേൻ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നപ്പോൾ ദൈവത്തിൽ സന്തോഷിച്ചു. കർത്താവിന്റെ ദാസനോട് ഞങ്ങൾ ചോദിച്ചു. അങ്ങനെ കുറെ നാളുകൾ ചോദിച്ചു പുറകെ നടന്നു കഴിഞ്ഞതിന് ശേഷം 6-7 മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് കർത്താവിന്റെ ദാസൻ ഒരു 7 ദിവസത്തെ ഫാസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷമായിരുന്നു മൊത്തം ഞങ്ങൾ 8 പേര് സ്നാനപ്പെടുവാനിടയായി ഒരുമിച്ച്. ഞങ്ങൾ 2 പേരും അല്ലാതെ 6 പേരും കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ അന്ന് മല്ലപ്പള്ളിയിലാണ്. ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന മുഴുവനും ഞങ്ങൾ മല്ലപ്പള്ളിയിലായിരുന്ന, പത്തനംതിട്ട ഡിസ്ട്രിക്ട് മല്ലപ്പള്ളിയിലായിരുന്നപ്പോഴാണ് ഈ അനുഭവങ്ങൾ. ആമേൻ. ആ മല്ലപ്പള്ളിയിലുള്ള മണിമലയാറ്റിലാണ് ഞങ്ങൾ സ്നാനപ്പെടുവാനിടയായത്. കുറച്ച് ദൂരം നടന്നു പോയി, എല്ലാവരും കൂടെ സഭയായിട്ട് നടന്നു പാട്ടൊക്കെ പാടി പോയാണ് സ്നാനമേൽക്കുവാനിടയായത്. ഹല്ലേലൂയ സ്തോത്രം. ആ 7 ദിവസത്തെ ഫാസ്റ്റിംഗിലും ഓരോ ദിവസവും പരിശുദ്ധാത്മ നിറവിനാൽ ഞാൻ അധികമായിട്ട് നിറയുവാനിടയായി. ആമേൻ. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഭയങ്കര സന്തോഷം എനിക്ക്.
ആമേൻ സ്തോത്രം എന്റെ ദൈവത്തോട് ചേരുവാൻ പറ്റും ഈ ഭൂമിയിൽ. അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ടായ സന്തോഷം അത് പറഞ്ഞറിയിക്കുവാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആ സന്തോഷത്തോടു കൂടെ നടന്നു പോകുമ്പോൾ, ആ സ്നാനത്തിന് വേണ്ടിയിട്ട് സ്നാനക്കടവിലേക്ക് കാൽച്ചുവടുകൾ എടുത്തു വെക്കുമ്പോൾ, ആമേൻ സ്തോത്രം ഓരോ കാൽച്ചുവടുകളും എടുത്തു വെക്കുമ്പോൾ എനിക്കറിയാം എന്റെ ശരീരം ആമേൻ ഒരു ബലൂൺ പോലെയാണ്. ഈ ഭൂമിയിലേക്ക് എന്റെ കാലുകൾ പതിപ്പിക്കുവാൻ എനിക്ക് പറ്റുന്നില്ല. ആമേൻ സ്തോത്രം ഇങ്ങനെ ആകാശത്തൂടെ പറന്ന് നടക്കുന്ന ആ ഒരു അനുഭവത്തിലൂടെ, ആത്മനിറവിലൂടെ ആമേൻ സ്തോത്രം ആ ആറ്റിന്റെ തീരത്തേക്ക് പോയി നിൽക്കുകയാണ്. എന്റെ പേരെപ്പ വിളിക്കും, എനിക്ക് എപ്പ വെള്ളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റും എന്നുള്ള ആകാംക്ഷയോടുകൂടെ, തിടുക്കത്തോടുകൂടെ ആമേൻ സ്തോത്രം അവിടെ നിൽക്കുവാനിടയായി. പരിശുദ്ധാത്മ ആ ഒരു നിറവിൽ ഹല്ലേലൂയ ജലത്തിൽ ഇറങ്ങി സ്നാനപ്പെട്ടിട്ടും ആമേൻ ആ ആറ്റിനകത്ത് പോലും എന്റെ ആ കാലുകൾ തറയിൽ പതിക്കുന്നില്ല. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അതുപോലെ പരിശുദ്ധാത്മ നിറവിനാൽ നിറഞ്ഞ ദൈവത്തെ സാക്ഷീകരിക്കുവാൻ കർത്താവ് എനിക്ക് ആമേൻ ഭാഗ്യം തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ആരാധനയൊക്കെ കഴിഞ്ഞ് കർത്താവിൽ ഇങ്ങനെ ഒത്തിരി സന്തോഷിച്ച് മുന്നോട്ട് പോവുകയാണ്. ആ സമയത്താണേലും കുറച്ചൊക്കെ മലയാളം അറിയാമെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും പാടുന്ന പോലെ പാടാനോ വചനം ഏറ്റെടുത്ത് ആരാധിക്കാനോ എനിക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. പക്ഷെ ഞാൻ അന്ന് അവിടെ പോകുമ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും 3-4 പാട്ടുകൾ പാടുന്നതിൽ എനിക്ക് സ്പർശിക്കുന്ന ഏതെങ്കിലും 2 ലൈൻ ഉണ്ടെങ്കിൽ അത് ഞാൻ മനസ്സിനകത്ത് ബൈഹാർട്ട് ആക്കി വെക്കും. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അത് പാടി അതാണ് എന്റെ ആരാധന. ആമേൻ സ്തോത്രം. അത് അങ്ങ് ബൈഹാർട്ട് ആക്കി വെക്കും, കൊച്ചു കുഞ്ഞുങ്ങളെ പഠിക്കുന്നത് പോലെ. എന്ന് പറഞ്ഞ പോലെ തന്നെ വചനം ശുശ്രൂഷിക്കുമ്പോൾ ആ എടുക്കുന്ന വാക്യങ്ങളിൽ എനിക്ക് സ്പർശിക്കുന്നു എന്ന് തോന്നുന്ന ആ വാക്യങ്ങൾ എന്റെ ഹൃദയത്തിനകത്ത് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു അത് ഞാൻ മനസ്സിനകത്ത് പതിപ്പിക്കും. ആമേൻ സ്തോത്രം. ആ വചനം മറക്കത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയൊക്കെയാണ് ഞാൻ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നത്. കാരണം ബൈബിൾ എനിക്ക് തമിഴ് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് പഠിച്ചെങ്കിലും അന്ന് എനിക്ക് ആ ലാംഗ്വേജിലുള്ള ബൈബിൾ എന്റെ കയ്യിലില്ല. മലയാളം എനിക്ക് വായിക്കാൻ അറിയത്തില്ല. ആമേൻ. അങ്ങനെയുള്ള സമയത്ത് അങ്ങനെയാണ് കർത്താവിനെ ട്രെയിൻ ചെയ്തെടുപ്പിച്ചത്. പിന്നീട് കുറച്ചുകൂടെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ എല്ലാ ലാംഗ്വേജും അങ്ങേക്ക് പഠിപ്പിക്കുവാനായിട്ട് പറ്റും. ആമേൻ സ്തോത്രം. ഇപ്പൊ എനിക്ക് ഹല്ലേലൂയ സ്തോത്രം മലയാളത്തിൽ എനിക്ക് ബൈബിൾ വായിക്കണം. മെയിൻ ഞാനത് പ്രാർത്ഥിക്കാൻ കാരണം, പാസ്റ്റേഴ്സ് പ്രസംഗിക്കുമ്പോൾ ഇന്ന അധ്യായം ഇന്ന വാക്യം വായിക്കുക എന്ന് പറഞ്ഞ അവർ റെഫറൻസ് പറയുമ്പോൾ എന്റെ അകത്ത് എനിക്ക് തിടുക്കമാണ്. ബൈബിൾ വായിക്കാൻ എനിക്ക് തിടുക്കമാണ്, എന്റെ ആത്മാവിൽ എനിക്ക് തിടുക്കമാണ്. പക്ഷെ അക്ഷരം അറിയാതെ ഞാൻ എങ്ങനെ ബൈബിൾ വായിക്കും? ഹല്ലേലൂയ. ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞാൻ കർത്താവിനോട് ചോദിച്ചു, യേശപ്പ എനിക്ക് അങ്ങ് ബൈബിൾ വായിക്കാനായിട്ട് മലയാളം പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് എനിക്ക് ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ആമേൻ മലയാളം വായിക്കാൻ, എഴുതാൻ, പഠിക്കാൻ എല്ലാം എന്റെ കർത്താവ് ആമേൻ പഠിപ്പിച്ചു. അവൻ നല്ല ഗുരുവാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ പാദപീഠത്തിൽ ആഗ്രഹത്തോടെ ഏത് വ്യക്തിത്വം തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് കാത്തിരിക്കുന്നുവോ അവരെ ആമേൻ പഠിപ്പിച്ച് ട്രെയിൻ ചെയ്തെടുക്കുവാൻ നല്ല ഗുരു ഇന്നും ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മലയാളം കർത്താവിനെ പഠിപ്പിച്ചു. രക്ഷിക്കപ്പെട്ട കാലയളവിൽ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു മലയാളത്തിലെ ബൈബിൾ കോളേജിൽ പോയി പഠിക്കണമെന്ന്. കാരണം ബൈബിൾ എന്തെന്ന് എനിക്ക് അറിയത്തില്ല, ABCD അറിയത്തില്ല. എനിക്ക് ആമേൻ സ്തോത്രം പഠിക്കണം, കർത്താവിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അന്ന് ആ സമയത്ത് ഞാൻ ചെയ്തിരുന്ന ബൈബിൾ പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ 2 പേരന്ന് ഞങ്ങൾ രക്ഷിക്കപ്പെട്ട സമയത്ത് 2005 എന്നൊക്കെ പറയുമ്പോൾ അവർ തീരെ കുഞ്ഞുങ്ങളാണ്. അവരുടെ ക്ലാസ്സിൽ അവർ സൺഡേ സ്കൂൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാനും അവരുടെ കൂട്ടത്തിൽ പോയിരിക്കും. ഹല്ലേലൂയ. എന്നിട്ട് ആ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതും ഇവരുടെ ബുക്സും ഇതൊക്കെ വെച്ച് അവർ പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാനും അവരുടെ കൂടെ അതെല്ലാം കേട്ട് പഠിച്ച് വരാനായിട്ട്. ആമേൻ സ്തോത്രം. അങ്ങനെ പഠിക്കാൻ ആഗ്രഹിച്ചിരുന്ന എന്നെ കർത്താവ് മലയാളം പഠിപ്പിച്ചു. മലയാളത്തിൽ തന്നെ ബൈബിൾ കോളേജിൽ പോയി എക്സാം എഴുതി പാസ്സാകുവാൻ എന്റെ ദൈവം എന്നെ സഹായിച്ചു. ദൈവത്തിന് മുഴുമഹത്വവും ഞാൻ അർപ്പിക്കുന്നു. ആമേൻ സ്തോത്രം. കർത്താവ് എത്ര നല്ലവൻ, എത്ര മതിയായവൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കർത്താവിനെ രുചിച്ചറിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോകുന്ന ആ സമയത്ത് ആമേൻ സ്തോത്രം എന്റെ ഹസ്ബൻഡ് വീടിന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞല്ലോ, അവര് ഈ 5 വിഭാഗം എന്ന് പറയുന്ന ആ ഗ്രൂപ്പിലാണ്. അവർക്ക് ചർച്ചസ് ഇല്ല. പെന്റിക്കോസ്റ്റ് വിശ്വാസത്തോട് അവർക്ക് വളരെ ഓപ്പോസിറ്റ് ആണ്. അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വീട്ടിലിരുന്ന് ആരാധിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പം ഞങ്ങൾ ദൈവത്തോട് ചോദിച്ചു, കർത്താവെ അങ്ങേ സ്വാതന്ത്ര്യമായിട്ട് ഞങ്ങൾക്ക് ആരാധിക്കണം, മീറ്റിങ്ങിന് പോകണം, ഞങ്ങൾക്ക് വീട്ടിൽ പ്രെയർ മീറ്റിംഗ് വെക്കണം, അങ്ങനെയൊക്കെ ഉള്ളതിന് വേണ്ടി ഞങ്ങൾക്ക് ഒരു വീട് വേണമെന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ദൈവം അവിടെയും ഞങ്ങൾക്ക് അത്ഭുതം പ്രവർത്തിച്ചു. സെക്യൂരിറ്റി ഇല്ലാതെ, റെന്റ് ഇല്ലാതെ, കറണ്ട് ബില്ല് പോലും പേ ചെയ്യാതെ ഒരു വീട് ഞങ്ങൾക്ക് ദൈവം ഒരുക്കി തന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ഞങ്ങൾ 4.5 വർഷം താമസിച്ചു. പക്ഷെങ്കിൽ ആ വീട്ടിൽ പോയതിനു ശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അവിടെ ഒത്തിരി വലിയൊരു 22 ഏക്കർ റബ്ബർ തോട്ടമാണ്. അതിനകത്ത് റബ്ബർ ഷീറ്റ് എല്ലാം സ്റ്റോർ ചെയ്യുന്ന വീടിനോട് ചേർന്നാണ് റബ്ബർ പുറയുള്ളത്. അപ്പൊ അതിനകത്ത് ആളില്ല എന്ന്
ഇല്ലാത്തത് കൊണ്ട് എപ്പോഴും സ്ഥിരമായിട്ട് മോഷണം പോകുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് അവിടെ ആമേൻ സ്തോത്രം ഞങ്ങളെ ആരെങ്കിലും താമസിപ്പിക്കണമെന്ന് ഓർത്തിരുന്നപ്പോഴാണ്. ഇതൊന്നും ഞങ്ങൾ അറിയുന്നില്ല. ഞങ്ങൾ ഓർത്തത് നമുക്ക് ആരാധിക്കാനായിട്ട് ആമേൻ സ്തോത്രം നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് ഒരു വീടുണ്ടല്ലോ എന്നുള്ളത് മാത്രം ഞങ്ങൾ ഓർത്ത് അവിടെ പോയി താമസിച്ചു. പക്ഷേ ആമേൻ തന്റെ മക്കൾ താമസിക്കുന്ന സ്ഥലത്ത് ഏത് സ്ഥലമാണെങ്കിലും അതിന് ചുറ്റും തന്റെ ദൂതന്മാരെ അയച്ച് കർത്താവ് കാവൽ ചെയ്യിക്കുമെന്നുള്ളതിന്റെ ആമേൻ നല്ലൊരു ഉദാഹരണമാണ്. ഞങ്ങൾ 4.5 വർഷം ആ ഭവനത്തിൽ താമസിച്ചു. ഞങ്ങൾക്ക് അവിടെ താമസിച്ച അത്രയും നാളുകൾ ഒരു മോഷണവും അവിടെ പോയില്ല. ദൈവത്തിന്റെ ദൂതന്മാർ ഞങ്ങളെ സംരക്ഷണം ചെയ്തു. ഞങ്ങളെ വിശ്വാസത്തിന്റെ പാഠം ആ ഭവനത്തിൽ വെച്ച് കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചു. ഹല്ലേലൂയ സ്തോത്രം. അവിടെ കടന്നുപോയ ആദ്യ ദിനം തന്നെ ദൈവത്തിന്റെ അത്ഭുതം കാണുവാൻ ഞങ്ങൾക്കിടയായി. ഞങ്ങൾ ആമേൻ സ്തോത്രം അവിടെ കടന്നു ചെന്ന് ഫസ്റ്റ് ഡേയില് കുഞ്ഞുങ്ങൾക്ക് ഞാൻ എന്തോ ഫുഡ് കൊടുക്കണമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന ആ സമയത്ത് ആ തോട്ടത്തിന്റെ സൂപ്പർവൈസർ ആയിട്ടിരിക്കുന്ന ഒരാൾ അവരുടെ എക്സ് മിലിറ്ററി മാൻ ആണ്. അവരുടെ വൈഫ് അവർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ഡെയിലി കടന്നു വരും. അങ്ങനെ കടന്നു വരുമ്പോൾ ആന്റി അന്ന് കടന്നു വന്നിട്ട് പുതിയ താമസക്കാരൊക്കെ വന്നിട്ടുണ്ടല്ലോ, എന്ത് ചെയ്യാൻ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് പരക്കകത്ത് കയറി വന്നു. കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് ആന്റി അകത്തുനിന്ന് തന്നെ ഒരു പാത്രം, ഒരു പ്ലേറ്റും ഒരു ഗ്ലാസും എല്ലാം കൂടെ എടുത്തോണ്ട് പോയിട്ട് ആന്റി അത് പാളപ്പവും കറിയും ചായ എല്ലാം കൂടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പറഞ്ഞു, ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കുക എന്ന് പറഞ്ഞ് ആന്റി തന്നിട്ട് പോയി. ആമേൻ സ്തോത്രം. ആമേൻ. ഏലിയാവിനെ ഹല്ലേലൂയ കെരീത് തോട്ടിനരികെ പോയി ഇരുന്നോളാൻ പറഞ്ഞെങ്കിൽ ആ ഏലിയാവിനെ വേണ്ടതല്ല സമയാസമയങ്ങളിൽ കർത്താവ് ഒരുക്കിയതുപോലെ ആമേൻ ഞങ്ങൾ ആരാധനയ്ക്ക് കൊതിച്ച ഞങ്ങൾക്ക് ഞങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി ദൈവം വാടകയില്ലാതെ ആ വീട് ഒരുക്കി തന്നു. അവിടെ പോയി താമസിച്ച് ഞങ്ങളുടെ സാഹചര്യം മനസ്സിലാക്കി ആരെന്നറിയത്തില്ലാത്ത ആന്റിയിലൂടെ കർത്താവ് ആമേൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട ആഹാരം അന്ന് കർത്താവ് കാക്കയെ അയച്ചു തന്നു എന്ന് പറഞ്ഞതുപോലെ ആമേൻ കർത്താവ് തന്നു. അത് അത്ഭുതങ്ങളുടെ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ്. ആ ഭവനത്തിൽ നിന്നും ഒത്തിരി അത്ഭുതങ്ങൾ, കർത്താവ് വിശ്വാസം എന്തെന്നും ആമേൻ കർത്താവ് നമ്മെ പോറ്റി പുലർത്തുന്നത് എങ്ങനെയാണെന്നും കർത്താവ് ഭവനത്തിൽ വെച്ച് ഞങ്ങളെ ഒത്തിരി കാര്യങ്ങളിലൂടെ പഠിപ്പിക്കുവാനിടയായി. വചനങ്ങൾ എന്നെ പഠിപ്പിച്ചു. ആമേൻ സ്തോത്രം. തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആ ഭവനത്തിലായിരുന്നപ്പോഴാണ് പഴയ ബിസിനസ്സിലുണ്ടായിരുന്ന കടബാധ്യതകളൊക്കെ കടന്നു വന്ന ഞങ്ങൾ ചെക്കൊക്കെ അവിടെ സൈൻ ചെയ്ത് ഹസ്ബൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ചോണ്ട് അവര് ആമേൻ സ്തോത്രം ചോദിക്കാനോ പറയാനോ ഒക്കെ ആയിട്ട് വരുമെന്നും പറഞ്ഞ് എന്റെ വീട്ടിൽ പോയി പറഞ്ഞു. അങ്ങനെ എന്റെ പേരൻസ് ഇവിടെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് 3 ദിവസം ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. എന്നാൽ 3ാമത്തെ ദിവസം അവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ ആമേൻ സിംഹക്കുഴിയിൽ ദാനിയേൽ വീണപ്പോൾ സിംഹത്തിന്റെ വായ അടഞ്ഞുപോയി എന്ന് പറഞ്ഞതുപോലെ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ കർത്താവിന്റെ ദാസ് അവരെ വിളിച്ചപ്പോൾ ആമേൻ അവർ പറഞ്ഞത് നമുക്ക് കോണ്ടാക്ട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്, നിങ്ങൾക്ക് എന്ന് പൈസയാകുന്നു അന്ന് തന്നാ മതി എന്ന് പറഞ്ഞ് ആ ഫാസ്റ്റിംഗ് ഇടയിലൂടെ കർത്താവ് അവിടെയും അത്ഭുതം പ്രവർത്തിച്ചു. ആമേൻ സ്തോത്രം. അത് പറയാൻ കാരണം ആ ഫാസ്റ്റിംഗിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം ഒരു വാക്യം എന്നോട് ഇടപെട്ടു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നിന്നെ എന്റെ ഉള്ളംകരങ്ങളിൽ വരച്ചിരിക്കുന്നു, നിന്റെ എല്ലാ മതിലുകളും എല്ലായ്പ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു എന്ന് തിരുവചനം അന്ന് എനിക്ക് ഇടപെടുവാനിടയായി. ആ വചനം എവിടെയാണെന്ന് പോലും അന്ന് എനിക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. ആ ആഴ്ചയിൽ ചർച്ചിൽ പോയപ്പോഴാണ് ഞാൻ പാസ്റ്ററോട് ചോദിച്ചത് ഇങ്ങനെ ഒരു കാര്യം ഇടപെട്ടു, ഇത് എന്താണെന്ന്. അപ്പൊ പാസ്റ്റർ പറഞ്ഞു ദൈവവചനമാണ്, കർത്താവ് ഇടപെട്ടതാണ് എന്ന് പറഞ്ഞ് ഓർമ്മപ്പെടുത്തി. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ഓർത്തേക്കാം നമ്മുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളിൽ ഒരു എൻഡിങ് ഇങ്ങനെ ആയിരിക്കുമെന്ന് നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ ഓർത്തേക്കാം. എന്നാൽ ഹല്ലേലൂയ രക്ഷിക്കപ്പെട്ടവരെ കർത്താവിന്റെ ഉള്ളംകരങ്ങളിൽ കർത്താവ് വരച്ചിരിക്കുകയാണ്. മാത്രമല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു എൻഡിങ് അല്ല. ആമേൻ. ദൈവം അതിനകത്തുനിന്നും നീക്കുപോക്കുകൾ തന്ന് പരീക്ഷ മാത്രമല്ല പരീക്ഷയോടുകൂടെ പോക്കുവഴിയും തന്ന് നമ്മെ നടത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ സ്തോത്രം. അന്ന് ആ പ്രോബ്ലം അങ്ങനെ ആയെങ്കിലും പിന്നീട് അത്ഭുതകരമായി ആമേൻ കർത്താവ് ഞങ്ങൾക്ക് ആ കടങ്ങൾ വീട്ടുവാൻ ഞങ്ങൾക്ക് കിട്ടാനുണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ സാമ്പത്തികം, അതെല്ലാം ഹല്ലേലൂയ അക്കൗണ്ട് വരെ ഞങ്ങൾ ക്ലോസ് ചെയ്തിട്ടാണ് വന്നത്. ഹല്ലേലൂയ. ചെക്ക് കൊടുത്ത് അല്ലെങ്കിൽ കമ്പനിയുടെ പേരിൽ ചെക്ക് തന്ന് അങ്ങനെയൊക്കെ മാറി പൈസ എടുക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഞങ്ങൾ അത് ക്ലോസ് ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് അവിടെ പോയി ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ലഭിക്കേണ്ട സാമ്പത്തികമൊക്കെ ക്യാഷ് ആയിട്ട് അവർ തന്നു. ഒരിക്കലും നടക്കത്തില്ല, അവിടെ ഉള്ളവരൊക്കെ ചെക്കേ തരത്തുള്ളൂ. ആമേൻ കമ്പനിയുടെ പേരിലെ തരത്തുള്ളൂ. ഞങ്ങൾക്ക് ആ അക്കൗണ്ട് എല്ലാം ക്ലോസ് ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ ദൈവത്തിന് എവിടെയും പ്രവർത്തിക്കുവാൻ കഴിയും. അത് സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ കരങ്ങളിൽ അത് ലഭിച്ചു. ഒത്തിരി കടങ്ങളെ വീട്ടുവാനായിട്ട് ദൈവം ഞങ്ങളെ സഹായിച്ചു. അത്ഭുതകരമണ്ണം ആ ഭവനത്തിൽ ഞങ്ങളെ നടത്തി. ഹല്ലേലൂയ. അങ്ങനെ ഇരുന്ന സമയത്താണ് ഞങ്ങൾ എല്ലാ മീറ്റിങ്ങുകൾക്കും പോകും. ആരാധന മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമാണ്. ആമേൻ സ്തോത്രം. ഞങ്ങൾ അവിടെ കടന്നു പോകും, ആരാധിക്കും. അങ്ങനെ ഇരുന്ന സിറ്റുവേഷനിൽ ഹല്ലേലൂയ എവിടെ പോയാലും ഒന്നുകിൽ എന്നോട് അല്ലെങ്കിൽ കർത്താവിന്റെ ദാസനോട് ദൈവദാസന്മാർ കടന്നു വന്നിട്ട് ദൂത് പറയും, നിങ്ങൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഉള്ളവരാണ്, നിങ്ങൾ നിങ്ങളെ സമർപ്പിക്കണം, ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി ഇറങ്ങണം എന്നൊക്കെ ദൂത് പറയും. പക്ഷെ ഞങ്ങൾ അന്ന് ഓർത്തിരുന്നത് നമ്മൾ ഇപ്പോഴേ എങ്ങനെ ഇറങ്ങുന്ന ആമേൻ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങളെല്ലാം സെറ്റിൽ ആകട്ടെ അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞ്
ഞങ്ങൾ അതിന് വലിയൊരു വില കൽപ്പിക്കാതെ, അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ അത് തെല്ലി നീക്കി പോകുന്ന ഒരു അനുഭവമായിരുന്നു. അങ്ങനെ ആയിരുന്ന സാഹചര്യത്തിലാണ്. എന്നാൽ അന്നൊക്കെ പാർട്ട് ടൈമായിട്ട് മിനിസ്ട്രിക്ക് പോകും, ടെസ്റ്റ് മണി പറയാനൊക്കെ പോകും, അങ്ങനെ ഇരുന്ന സമയമാണ്. അപ്പോഴാണ് ഹല്ലേലൂയ ബാംഗ്ലൂരിൽ ഒരു ചർച്ചിൽ ഞങ്ങളെ ടെസ്റ്റ് മണി പറയാനായിട്ട് അവരുടെ ഫാസ്റ്റിംഗ് പ്രയറിൽ വിളിച്ചിരുന്നു. ആമേൻ. അങ്ങനെ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഞങ്ങൾ അവിടെ പോയി 2-3 ദിവസത്തെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റിംഗ് എല്ലാം അനുഗ്രഹമായിരുന്നു. ടെസ്റ്റ് മണീസ് ഒക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഡേ തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വരാനായിട്ട് ടിക്കറ്റ് എടുത്ത അന്നത്തെ രാത്രിയില് ആമേൻ കർത്താവിന്റെ ദാസന് പനി ഉണ്ടായിരുന്നു, മോക്കും പനിയുണ്ട്. അപ്പൊ ഞങ്ങൾ ഓർത്ത് ക്ലൈമറ്റ് ചേഞ്ച് ആകേണ്ടി ആയിരിക്കും, അല്ലെങ്കിൽ വെള്ളത്തിന്റെയോ എന്തെങ്കിലും ആയിരിക്കും എന്ന് ഓർത്തിട്ട് ഇങ്ങോട്ട് വരുന്നതിന്റെ ആ രാത്രിയിൽ ആമേൻ പാരസെറ്റമോളൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു പോകുന്നു. തിരിച്ച് മല്ലപ്പള്ളിയിൽ വന്നിട്ടും ഈ പനി കുറയുന്നില്ല, കൂടിക്കൂടി വരിക. മോക്കും അത് തന്നെ, പാസ്റ്ററിനും അത് തന്നെ. ഇങ്ങനെ കൂടിക്കൂടി വരിക അല്ലാതെ 1-2 അടുത്തുള്ള ഹോസ്പിറ്റൽസിലൊക്കെ കാണിച്ചെങ്കിൽ ഇഞ്ചക്ഷൻ മരുന്നൊക്കെ എടുത്തെങ്കിലും കുറയുന്നില്ല, കൂടിക്കൂടി വരുന്നത്. ഛർദിൽ ആമേൻ ഒത്തിരി വഷളായി വരുന്നു രണ്ടുപേർക്കും. അങ്ങനെ ഇരുന്ന സമയത്ത് എന്തോ ചെയ്യണം എങ്ങനെയാണെന്നും മനസ്സിലാകാതെ ഞങ്ങൾ ഭവനത്തിലായിരുന്നപ്പം അന്ന് ഞങ്ങളുടെ ചർച്ചിലുണ്ടായിരുന്ന ഒരു കർത്താവിന്റെ ദാസൻ ഫാമിലി ആയിട്ട് പ്രാർത്ഥിക്കാൻ കടന്നു വന്നു. അവർ വന്നിട്ട് പറഞ്ഞു, ഈ സിറ്റുവേഷൻ കണ്ടിട്ട് അവർ പറഞ്ഞു, ചേച്ചി പെട്ടെന്ന് റെഡി ആയിക്കോ, നമുക്ക് പുഷ്പഗിരി പോകാം, തിരുവല്ല പുഷ്പഗിരിയിൽ പോകാമെന്ന് പറഞ്ഞ് അവർ പോയി വണ്ടി എടുത്തുകൊണ്ട് വരാമെന്ന് ചർച്ചിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് വന്നു. ഞങ്ങൾ അങ്ങനെ റെഡിയായി അന്ന് രാത്രിയിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ ഞങ്ങളെ കൊണ്ടുപോയി. ആമേൻ. അവിടെ കൊണ്ടുപോയിട്ടും അവർ എന്തൊക്കെയോ ടെസ്റ്റുകൾ, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു. ഇവിടെയും മല്ലപ്പള്ളിയിലും ഒത്തിരി ഹോസ്പിറ്റൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതാണ്. അവിടെ പോയിട്ട് അവർ എന്തൊക്കെയോ ടെസ്റ്റ് ചെയ്യുന്നു, ഇഞ്ചക്ഷൻ തരുന്നു, എന്നൊക്കെ ചെയ്തിട്ടും മോക്ക് ഒരുമാതിരി വലിയ കുഴപ്പമില്ലാതെ ഇരിക്കുന്നെങ്കിൽ പാസ്റ്ററിന് കർത്താവിന്റെ ദാസന് കൂടിക്കൂടി വരികയാണ് ഈ അനുഭവം. ആമേൻ. എന്താണെന്ന് കണ്ടുപിടിക്കുന്നില്ല, ഞങ്ങൾക്കും ഒന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ ഇരുന്ന സമയത്ത് 4ാമത്തെ ദിവസമാണ് റിസൾട്ട് വരുന്നത്. മോക്കും പപ്പായ്ക്ക് രണ്ടുപേർക്കും എലിപ്പനി പോസിറ്റീവാന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ അപ്പോഴാ റിസൾട്ട് വന്ന ഉടനെ കർത്താവിന്റെ ദാസൻ ഇത്രയും കൂടിയത് കൊണ്ട് അവർ ഉടനെ ഐസിയുലേക്ക് ഷിഫ്റ്റ് ചെയ്തു. മോൾ എന്റെ കൂടെയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആ സമയത്ത് ആ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ഒരു കൂട്ടം ജനമുണ്ട്, സഭയുണ്ട്. എന്നാൽ ഹല്ലേലൂയ ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ അവിടെയുള്ള ഡോക്ടേഴ്സിനോട് കണ്ടിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ ഒരാളാണ് പപ്പായെ നോക്കേണ്ടത്, മോളെയും നോക്കേണ്ടത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരേ റൂമിൽ 2 ബെഡിൽ റൂം തരാമോ എന്ന് ചോദിച്ചപ്പോ അവരത് സമ്മതിച്ചില്ല. കാരണം ഇത് ചൈൽഡ് വാർഡ്, അത് ജനറൽ വാർഡ്, അങ്ങനെ നമുക്ക് മെഡിക്കൽ വാർഡിൽ അങ്ങനെ ഒരുമിച്ചാക്കി തരാൻ 2 സെക്ഷൻ ഡോക്ടേഴ്സ് വരാൻ അതിന് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അവർ ഇഷ്ടം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഇവർ ഐസിയുലാക്കി കഴിഞ്ഞപ്പോൾ താഴോട്ട് ഐസിയുവിൽ പോകണം, മോളെ നോക്കാൻ കയറി വരണം, എല്ലാ കാര്യങ്ങൾക്കും ഞാൻ മാത്രം ഓടി നടക്കണം. എന്നാൽ അതിന്റെ മധ്യത്തിൽ ദൈവം തളർന്നു പോകാതെ ദൈവത്തിന്റെ ശക്തി തന്നെ എന്നെ അവിടെ നിർത്തി. ഹല്ലേലൂയ. മോക്ക് വലിയ കുഴപ്പമില്ലാതിരുന്നെങ്കിലും പാസ്റ്ററിനെ അവർ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, ആമേൻ, എലിപ്പനി പോസിറ്റീവിന്റെ ഇതെല്ലാം കൂടെ എല്ലാ ബോഡി പാർട്സിലും ഇഫക്റ്റ് ആയിട്ട് കർത്താവിന്റെ ദാസൻ ഒത്തിരി വഷളായി എന്നാണ് അവർ പറഞ്ഞത്. ഇനി ഓരോ ബോഡി പാർട്സ് ആയിട്ട് വീക്കായി വരത്തേ ഉള്ളൂ, ഞങ്ങൾ നോക്കാം എന്ന് പറഞ്ഞ് അവർ ഐസിയുവിൽ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇടയ്ക്കൊക്കെ മാത്രമേ ഞങ്ങളെ കാണിക്കത്തുള്ളൂ. അങ്ങനെയായിരുന്നു. പിന്നീട് എന്നാ ചെയ്തു, അവർ ഐസിയുലായി 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ചർച്ചിലെല്ലാം ഭയങ്കരമായിട്ട് ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രയർ ലൈൻ വഴി പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പം ഐസിയുൽ വല്ലപ്പോഴും ആണല്ലോ കാണിക്കത്തുള്ളൂ. അപ്പൊ മോളുടെ അടുത്ത് എന്നോട് പറഞ്ഞു, നീ മോളുടെ അടുത്ത് ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് അങ്ങനെ കാണിക്കത്തില്ല, വിടത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ ഇരുന്ന സമയത്ത് കർത്താവിന്റെ ദാസൻ ഒത്തിരി ഇത് കൂടി എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഓർത്തത് അവർ നോക്കുന്നുണ്ട്, സീരിയസ് ആണെന്നറിയാം, എന്നാലും ഒത്തിരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ എന്നുള്ളത് എന്നോട് ആരും പറഞ്ഞില്ല. എല്ലാവരും എന്റെ അടുത്തു നിന്ന് മറച്ചു വെച്ചു. അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ ഒരു ദിവസം രാത്രിയിൽ ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു ആന്റി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആമേൻ, മോളെ, ഇത് വന്നിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, നീയും പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്കറിയാം, പക്ഷെ ഇതാരും നിന്നോട് പറഞ്ഞിട്ടില്ല. കർത്താവ് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, സജിയുടെ ശരീരത്തിന്റെ മേൽ പൂർണ്ണ അവകാശം ഉള്ളത് നിനക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും അതിനേക്കാൾ കൂടുതൽ നീ അത് മനസ്സിലാക്കി പ്രാർത്ഥിക്കുമ്പോഴാണ്, നീ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് അതിനകത്ത് വിടുതൽ ലഭിക്കുന്നതെന്ന് പറഞ്ഞ് കർത്താവിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചത് കൊണ്ട് ആരും നിന്നോട് പറയരുതെന്ന് പറഞ്ഞ കാര്യം ഞാൻ എന്നോട് പറയാൻ പോവാ. നീ വിഷമിക്കാൻ വേണ്ടിയല്ല, നീ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് ആന്റി എന്നോട് പറഞ്ഞു. ഡോക്ടേഴ്സ് പറഞ്ഞു, നിങ്ങൾ അറിയിക്കേണ്ടവരെ അറിയിച്ചോളാൻ പറഞ്ഞു. ഇനി 3 മണിക്കൂർ മാത്രമേ സജിക്ക് ജീവൻ കാണത്തുള്ളൂ. അതുപോലെയായി. കാരണം ലാസ്റ്റ് ടൈമിൽ അവര് 3-4 ഡോക്ടേഴ്സും 2 നേഴ്സസ് എല്ലാവരും കൂടെ ഇടത്തും വലത്തും ഇരുന്ന് അവർ ഒത്തിരി ടെസ്റ്റ് ചെയ്തു. ആമേൻ. എല്ലാ മെഡിസിൻസ് കൊടുത്തു നോക്കി. അവസാനം മരുന്നിനോട് പോലും പ്രതികരിക്കാത്ത അളവിൽ ശരീരമായി. ഡോക്ടേഴ്സ് ഇങ്ങനെ ശരീരത്തെ അടിക്കുകയോ പിച്ചുകയോ ഒക്കെ ചെയ്താൽ പോലും ഒന്നും റിഫ്ലക്ട് ചെയ്യുന്നില്ല ബോഡി. ആമേൻ. അങ്ങനെ ആ ലെവൽ ആയതുകൊണ്ട് അവർ പറഞ്ഞു, 3 മണിക്കൂർ ടൈമാണ് സജിക്ക് പറഞ്ഞിരിക്കുന്നത്, പറയേണ്ടവരോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പക്ഷേ പ്രാർത്ഥിക്കാം, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ, പക്ഷെ നീ എത്ര പ്രാർത്ഥിക്കുന്നോ അത് മാത്രമേ അവിടെ ശക്തമായിട്ട് വെളിപ്പെടുത്തുള്ളൂ എന്ന് ദൈവാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു. നീ അത് മനസ്സിലാക്കി
മനസ്സിലാക്കി, ആ സീരിയസ് മനസ്സിലാക്കി പ്രാർത്ഥിക്കണം. നിനക്കാണ് അവകാശമുള്ളത്, ശരീരത്തിൽ ആ സജിയുടെ ശരീരത്തിന്റെ മേൽ നിനക്കാണ് അവകാശമുള്ളത് എന്ന് പറഞ്ഞ് ആന്റി പറഞ്ഞു. ആന്റി പറഞ്ഞത് ഞാൻ കേട്ട ഉടനെ ഹല്ലേലൂയ സ്തോത്രം, കേട്ട് തീരുന്ന ആ ഫോൺ ഞാൻ ഓഫ് പോലും ചെയ്യാതെ ആ ബെഡിലേക്ക്, മോളുടെ റൂമിൽ ബെഡിൽ മോൾ കുഞ്ഞു കിടന്ന് ഉറങ്ങുകയാണ്. അവൾക്ക് 6 വയസ്സേ ഉള്ളൂ ആ സമയത്ത്. ആമേൻ. അവിടോട്ട് ഇട്ടിട്ട് ഞാൻ വലിയവായിൽ അങ്ങ് കരഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. ഞാൻ കരഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ആമേൻ. ഞാൻ ഓർത്തത് ഇവർ ലാസ്റ്റ് എന്ന് പറഞ്ഞല്ലോ, ഇനി 3 മണിക്കൂർ എന്ന് പറഞ്ഞെങ്കിൽ രാത്രി ഒരു 10-10:30 ആയി കാണും. ഞാൻ ഓർത്ത് നേരം വെളുക്കുന്നതിന് മുമ്പേ കഴിഞ്ഞു എന്നുള്ളതാണല്ലോ ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇനി എന്തോ ചെയ്യും? ആമേൻ സ്തോത്രം. വിശ്വാസം പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നത് കൊണ്ട് എനിക്ക് എന്റെ വീട്ടിലോട്ടും തിരിച്ചു പോകാൻ പറ്റത്തില്ല, ഹസ്ബൻഡ് വീട്ടിലോട്ടും പോകാൻ പറ്റത്തില്ല. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ആമേൻ. ഹസ്ബൻഡ് ലാസ്റ്റ് എൻഡ് ടൈം എന്ന് അവർ പറഞ്ഞു. ഞാൻ ഇനി എന്തോ ചെയ്യും? എങ്ങനെ എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും? കർത്താവേ, ഞാൻ ഒറ്റയ്ക്കായി പോകുമല്ലോ എന്നൊക്കെ ഓർത്തിങ്ങനെ ഭയങ്കരമായിട്ട് അപ്പുറത്തുള്ള റൂംകാരൊക്കെ കേട്ട് കാണും. അതുപോലെ എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ ഒത്തിരി കരഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ കണ്ണുനീരിന്റെ വിലയറിയാവുന്ന, കണ്ണുനീരിന്റെ ആമേൻ അവസ്ഥ അറിയാവുന്ന, അതിന്റെ കാര്യങ്ങൾ അറിയാവുന്ന ആ ദൈവം, ആമേൻ സ്തോത്രം, ആ കണ്ണുനീർ ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നതിനിടയ്ക്കും ഒരു ദൈവശബ്ദം, ഒരു ദൈവിക വെളിപ്പാട് എനിക്ക് ആമേൻ ദൈവശബ്ദത്തിലൂടെ കർത്താവ് കേൾപ്പിക്കുവാനിടയായി. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ ശബ്ദം ഇങ്ങനെ ഞാൻ കേട്ടു. ആമേൻ. നീ കർത്താവിന്റെ വേല ചെയ്യുമെന്ന് അല്ലല്ലോ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം, നിങ്ങൾ കുടുംബമായി എന്റെ വേല ചെയ്യുമെന്നാണല്ലോ ഞാൻ നിന്നോട് വാഗ്ദത്തം ചെയ്തിട്ടുള്ളത്. ഹല്ലേലൂയ എന്ന് കർത്താവ് ആ ഒരു ശബ്ദം മാത്രം എന്നെ കേൾപ്പിച്ചു. ആ വാഗ്ദത്തം എന്നെ ഓർമ്മപ്പെടുത്തിയപ്പോൾ ഹല്ലേലൂയ എന്റെ മനസ്സിലുണ്ടായിരുന്ന ആ വലിയ ഭാരം, ആമേൻ, ആ കരഞ്ഞുകൊണ്ടിരുന്ന സെക്കൻഡ് ഞാൻ അവിടെ നിർത്തി. ഈ ശബ്ദം കേട്ട ഉടനെ ഹല്ലേലൂയ ആ ഭാരം എന്നിൽ നിന്നും ഒഴിഞ്ഞു പോയതുപോലെ, ആ ദുഃഖം എന്നിൽ നിന്നും മാറിപ്പോയതുപോലെ, അതെ ഞാൻ ഓർത്ത് ചിന്തിച്ചു, അതെ എന്നോട് കർത്താവ് പറഞ്ഞിരിക്കുന്ന എന്റെ ഹസ്ബൻഡ് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഞാൻ സുവിശേഷ വേല ചെയ്യുമെന്നാണ് ആയിരിക്കണം എന്നോട് ദൂത് പറഞ്ഞത്. പക്ഷെ കർത്താവിന്റെ ദാസന്മാരിലൂടെ ഒത്തിരി പേരിലൂടെ ഞങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള ദൂതെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾ കുടുംബമായി കർത്താവിന്റെ വേല ഫുൾ ടൈം മിനിസ്ട്രി ചെയ്യുമെന്നാണ് ദൈവം ഞങ്ങളെ കേൾപ്പിച്ചിരുന്ന വാഗ്ദത്തം. അങ്ങനെയാണെങ്കിൽ കർത്താവ് ദാസൻ ഒന്നും പറ്റത്തില്ല. ഹല്ലേലൂയ. ഞാൻ വചനത്തിൽ ഉറച്ചു, ദൈവ ശബ്ദത്തിൽ ഉറച്ചു. ആമേൻ. കുറച്ചു നേരം എന്റെ കരച്ചിൽ നിർത്തിയിട്ട് ആ റൂമിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. കർത്താവെ, അങ്ങ് പറഞ്ഞ വാഗ്ദത്തത്തിനായി നന്ദി. ആമേൻ. ജീവന്റെ അധികാരി അങ്ങാണ്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങ് ഇടപെട്ടതുപോലെ ഞങ്ങൾ കുടുംബമായി അങ്ങയുടെ വേല ചെയ്യുവാൻ ഞങ്ങളെ കർത്താവ് സഹായിക്കുന്ന തുറയ്ക്കായി സ്തോത്രം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. വെളുപ്പിന് സമയമായി. ഞാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി. ആമേൻ സ്തോത്രം. ദൈവം സമാധാനം തന്നാൽ മാത്രമേ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ നമുക്ക് ഉറങ്ങുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് ആമേൻ സംസാരിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു കുറച്ചു നേരം ഒന്ന് മയങ്ങി ഉറക്കം പിടിച്ചു. രാവിലെ 6 മണിയാകുമ്പോൾ ICUവിൽ കാണിക്കും. പേഷ്യൻസിനെ കാണാനുള്ള അനുവാദമുണ്ട് അവിടെ. ആമേൻ. രാവിലെ ഞാൻ ഇറങ്ങി വന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് തന്നെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ കയറി ചെന്ന് ആമേൻ ഫസ്റ്റ് റൂമിൽ ICUവിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ ഹസ്ബൻഡിനെ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർ പുറത്തുണ്ട്. ആമേൻ. അവരെന്നെ കണ്ടുടനെ ചിരിച്ചു എന്റെ മുഖത്തോട്ട് നോക്കിയിട്ട്. ഹല്ലേലൂയ. എനിക്ക് ആ ചിരിയുടെ അർത്ഥം മനസ്സിലായില്ല. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം, അവർ ചിരിച്ചിട്ട് പറഞ്ഞു, ആമേൻ, എന്താ മിറക്കിൾ സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയത്തില്ല. രാത്രി ഒരു 12-12:30 ആ സമയം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചെയ്ത ടെസ്റ്റ് മുഴുവനും പോസിറ്റീവ് ആയിരുന്നതെല്ലാം നെഗറ്റീവായിട്ടാണ് വരുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. അവരങ്ങനെ പറഞ്ഞ ഉടനെ ഞാൻ ആ ഡോക്ടേഴ്സിന്റെ മുമ്പിൽ നിന്നും ഞാൻ ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞു. ആമേൻ. ഐസിയുടെ മുമ്പിൽ നിന്ന് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്നിട്ട് എന്നോട് പറഞ്ഞു പോയി കണ്ടോളാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ പോയി കണ്ടപ്പോൾ ആമേൻ സ്തോത്രം, തലേ ദിവസം വരെ ഉണ്ടായിരുന്ന അവസ്ഥയല്ല, ദൈവം തൊട്ട് ആ രാത്രിയുടെ ആ എല്ലാവരുടെയും പ്രാർത്ഥന ആമേൻ ആന്റി എന്നെ ഓർമ്മപ്പെടുത്തി, ദൈവാത്മാവ് എന്നെ ആ വാഗ്ദത്തം ഓർമ്മപ്പെടുത്തി പ്രാർത്ഥിച്ചതിന് ശേഷം ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ നടന്നു. ആമേൻ. കർത്താവ് വിടുവിച്ചു. ഹല്ലേലൂയ. അതിനകത്ത് ആമേൻ പിറ്റേ ദിവസം ആയപ്പോൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ 1-2 ദിവസങ്ങളൊക്കെ അവിടെ കുറച്ച് ദിവസം കിടന്നിട്ട് ഞങ്ങളെ വീട്ടിലേക്ക് അവർ ഡിസ്ചാർജ് ചെയ്ത് വിട്ടു. ആമേൻ സ്തോത്രം. കർത്താവ് വാഗ്ദത്തം പറഞ്ഞാൽ അവൻ വിശ്വസ്തൻ. ആമേൻ. അതിന്റെ മധ്യത്തിൽ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ജീവനെ നഷ്ടപ്പെടുത്തുവാൻ ഞങ്ങൾ നോക്കി. ആമേൻ. അത് കഴിഞ്ഞ് ഈ അസുഖം വന്ന് ഹല്ലേലൂയ കർത്താവിന്റെ ദാസൻ ലോകത്തുനിന്ന് മാറ്റപ്പെടേണ്ട സമയം ഡോക്ടേഴ്സ് വരെ 3 മണിക്കൂർ സമയം പറഞ്ഞു. അവർ 3 മണിക്കൂർ സമയം പറഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം ഇപ്പം എത്ര വർഷങ്ങൾ കഴിഞ്ഞു. ഹല്ലേലൂയ. 2010 ആ സംഭവം. ആമേൻ. ഇത്ര 14 വർഷങ്ങൾ കഴിഞ്ഞിട്ടും കർത്താവിന്റെ ആമേൻ ആത്മാവ് ശക്തിയോടെ ഞങ്ങളെ കുടുംബമായി ദൈവവേലയിൽ ഉപയോഗിക്കുന്നു. ജീവന്റെ അധികാരി കർത്താവ് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആമേൻ കർത്താവിന്റെ ദാസൻ ICUവിൽ വെച്ച് തന്നെ സമർപ്പിച്ചു. ആമേൻ. ഹല്ലേലൂയ. കർത്താവെ, അങ്ങ് ഞങ്ങളോട് പറഞ്ഞിട്ട് വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ടും ദൈവം പറഞ്ഞിട്ടും ഞങ്ങൾ ദൈവവേലയ്ക്ക് ഇറങ്ങിയില്ല. ഇനി എനിക്ക് തരുന്ന ഈ ജീവിതം, ജീവൻ, ആയുസ് എല്ലാം കർത്താവിന്റെ വേലയ്ക്ക് മാത്രമെന്ന് പറഞ്ഞ് സമർപ്പിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുൾ ടൈം മിനിസ്ട്രിയിൽ ഇറങ്ങുവാനിടയായി. അങ്ങനെ വലിയ വലിയ അത്ഭുതങ്ങൾ എല്ലാ രീതിയിലും കർത്താവ് ചെയ്തു. ഞങ്ങളെ അത്ഭുതകരമായിട്ട് കർത്താവ്
കൊണ്ടുവന്നു. ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന സമയത്ത് ഹാലലുയ സ്തോത്രം, എന്റെ വീട്ടിലെ കാര്യം എന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം, കന്നഡ ബ്രാഹ്മിൻ പശ്ചാത്തലത്തിലുള്ളവരാണ്. ഹല്ലേലൂയ. അവർക്ക് ഞാൻ സുവിശേഷം പറഞ്ഞിട്ടുണ്ട് എന്റെ മമ്മിയോടും പപ്പായോടും എല്ലാം. ആമേൻ. എനിക്ക് കർത്താവ് പറഞ്ഞു തന്ന രീതിയിൽ, എനിക്ക് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർ കേട്ടുവെങ്കിലും ഒരു പ്രതികരണം ഒന്നുമില്ല. ഓക്കെ, അവർ പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഹാലലുയ, എല്ലാ ദൈവങ്ങളും ഉണ്ട്, ആ കൂട്ടത്തിൽ യേശുവും ഒരു ദൈവം, അത്രേ ഉള്ളൂ എന്നുള്ളത് മാത്രമാണ് അവർ പറഞ്ഞത്. ഞാൻ എത്ര പറഞ്ഞിട്ടും അത് അവർക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഇരുന്ന സമയത്താണ് എന്റെ മമ്മിക്ക് ഒരു സുഖമില്ലാത്ത അനുഭവം വരുന്നത്. ഞങ്ങൾ ഫുൾ ടൈം മിനിസ്ട്രിയിൽ ആയി കഴിഞ്ഞതിന് ശേഷം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. മമ്മിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ആഹാരം എടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെ വളരെ ഹെൽത്ത് എല്ലാം പോയി, ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ട് മെലിഞ്ഞ് ആമേൻ ഒത്തിരി ബുദ്ധിമുട്ടായി കഴിഞ്ഞതിന് ശേഷം അങ്ങനെയാണെന്ന് ഞങ്ങൾ അറിഞ്ഞപ്പോൾ കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ആമേൻ നമുക്ക് മമ്മിയെ ഇവിടെ കൊണ്ടുവരണമെന്ന് പറയാൻ വെറും വാക്കുകൊണ്ട് പറഞ്ഞതല്ല. കർത്താവിന്റെ ദാസനോട് ദൈവാത്മാവ് ഒരു വചനം ഇടപെട്ടു. ഹല്ലേലൂയ സ്തോത്രം. ആ കർമ്മേൽ മലമുകളിൽ ബാലിന്റെ പ്രവാചകന്മാർ അത്രയും പേർ അപ്പുറത്ത് നിന്നെങ്കിലും ആമേൻ ഏലിയാവ് ഇപ്പുറത്ത് ഒറ്റയ്ക്ക് നിന്നു, ദൈവത്തിന്റെ അഗ്നി ഇറങ്ങി എന്ന് പറഞ്ഞതുപോലെ ഹല്ലേലൂയ അപ്പുറത്തവരെല്ലാം എന്റെ മമ്മിക്ക് വേണ്ട ചെയ്യാവുന്ന ട്രീറ്റ്മെന്റ് ചെയ്തു, മന്ത്രങ്ങൾ ചെയ്തു, പൂജകൾ ചെയ്തു, എല്ലാം ചെയ്തല്ലോ. അതവിടെ നിൽക്കട്ടെ, ഇപ്പുറത്ത് നമ്മൾ ഒറ്റയ്ക്ക് മതി. ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവ് ഈ വചനം എന്നോട് ഇടപെട്ടത് കൊണ്ട് മമ്മിയെ നമുക്ക് ഇവിടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ ചോദിച്ചു, അവരിവിടെ വിട്ടു. ആമേൻ. മമ്മിയെ ഞങ്ങൾ 2.5 മാസം ഞങ്ങളുടെ കൂട്ടത്തിൽ വെച്ചിരുന്നു. ഹല്ലേലൂയ. അവർ കൊടുത്തിരുന്ന ഒരു മെഡിസിൻസ് ഞങ്ങൾ കൊടുത്തില്ല, അതെല്ലാം നിർത്തി. ഞങ്ങൾ പ്രാർത്ഥന മാത്രം ചർച്ചിൽ കൂട്ടിക്കൊണ്ടുപോകും, ഫാസ്റ്റിംഗ് പ്രയറിന് കൊണ്ടുപോകും, ഫാമിലി പ്രയറിൽ ഇരുത്തും. അമ്മയ്ക്ക് ലാംഗ്വേജ് അറിയത്തില്ല, പക്ഷെ ഞങ്ങൾ ആ പ്രയറിൽ ഇരുത്തും. പ്രസൻസ് അനുഭവിക്കാൻ പറ്റുമല്ലോ. ഹല്ലേലൂയ. പ്രയറിൽ ഇരുത്തി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയിലൂടെ മാത്രം ആമേൻ 2.5 മാസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരു മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം തന്നെ ചേഞ്ചസ് വരാൻ തുടങ്ങി. 1.5 മാസം കഴിഞ്ഞതിന് ശേഷം അമ്മയ്ക്ക് ഹാലലുയ സ്വത്ര പഴയ ആളല്ല, പരിപൂർണ സൗഖ്യം കർത്താവ് കൊടുത്തു. ആമേൻ. നന്നായി ഉറങ്ങുവാൻ, ഹാലലുയ നല്ലതായിട്ട് ഭക്ഷണം കഴിക്കുവാൻ. ഇങ്ങോട്ട് വന്നത് മൊത്തം മെലിഞ്ഞ് ആരോഗ്യമെല്ലാം പോയി കടന്നു വന്നെങ്കിൽ ഹാലലുയ ദൈവത്തിന്റെ ആരോഗ്യത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ, സമാധാനത്തോടെ ആൾ മാറിയ വ്യക്തിത്വം പോലെ എന്റെ മമ്മി അവിടെ തിരിച്ച് ആരോഗ്യത്തോടെ പോകുവാനിടയായി. ഹല്ലേലൂയ. ഈ അവസ്ഥകൾ കണ്ടതിന് ശേഷം വീണ്ടും എന്റെ പപ്പ ഇടയ്ക്കൊക്കെ വരുമ്പോൾ മമ്മിയെ മാത്രം ഞങ്ങളുടെ അടുത്താക്കിയിട്ട് പപ്പ നാട്ടിലേക്ക് പോയായിരുന്നു. തിരിച്ചു വീണ്ടും ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴെല്ലാം അമ്മയുടെ അവസ്ഥ കണ്ട് മനസ്സിലാക്കിയപ്പോൾ ഹല്ലേലൂയ ഞങ്ങൾ വീണ്ടും കർത്താവിന്റെ സുവിശേഷം പോലെ കർത്താവാണ് വിടുവിച്ചെന്നുള്ള കാര്യങ്ങൾ എന്റെ ഫാദറിനോട് പറഞ്ഞപ്പോൾ അത് ബോധ്യപ്പെട്ടു. എന്റെ ഫാദറും മദറും രണ്ടുപേരും യേശു കർത്താവിനെ ആമേൻ രക്ഷകനായി അവർ സ്വീകരിച്ചു. ഹല്ലേലൂയ സ്തോത്രം. അവർ കടന്നുപോയി. എന്നാൽ അതിന്റെ പൂർണ്ണ അനുഭവത്തിലേക്ക് അവർ ഇപ്പോഴും വന്നിട്ടില്ല, സ്ഥാനപ്പെട്ടിട്ടില്ല. ഇടയ്ക്കൊക്കെ അന്നൊക്കെ ചർച്ചിൽ പോകുമായിരുന്നു. അവിടെ ഒരു ഏജി ചർച്ചിൽ ഞങ്ങൾ കണക്ട് ചെയ്ത് വിട്ടു, അവിടെ പോകുമായിരുന്നു. പൂർണ്ണതയിലേക്ക് വന്നിട്ടില്ല. എന്റെ സഹോദരിമാർ 2 പേരുണ്ട്, അവരും അതുപോലൊക്കെ തന്നെ. അവർക്ക് എല്ലാവർക്കും അറിയാം യേശുവാണ് ദൈവമെന്നുള്ളത് അറിയാം. ഞങ്ങൾ സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ലൈഫിലെ അത്ഭുതങ്ങൾ അവർക്കറിയാം. എന്നാൽ പൂർണ്ണതയിലേക്ക് അവർ വന്നിട്ടില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് എന്റെ കുടുംബത്തിൽ വേരും കുളമ്പും ശേഷിക്കാതെ എന്റെ കർത്താവ് അവരെ കൊണ്ടുവരും. പ്രൈസ് ലോർഡ്. അതിന് ദൈവത്തിനൊരു സമയമുണ്ട്, അതിനായി കാത്തിരിക്കുന്നു. അങ്ങനെ കർത്താവിന്റെ അത്ഭുതങ്ങൾ കണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. വീണ്ടും പറയുകയാണെങ്കിൽ ഒത്തിരി അത്ഭുതങ്ങൾ കർത്താവ് ശാരീരികമായിട്ടും ശുശ്രൂഷാപരമായിട്ടും ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാനായിട്ട് ക്രിസ്തുവിൽ ഞാൻ ശരണപ്പെടുന്നു. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ 2022 ഏപ്രിലിൽ വീണ്ടും ഞങ്ങൾ ബാംഗ്ലൂരിൽ ശുശ്രൂഷയ്ക്ക് ഞങ്ങൾ കടന്നുപോയി. 1-2 ചർച്ചസിൽ മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മല്ലപ്പള്ളി തന്നെയാണ്. ഹല്ലേലൂയ. ഇപ്പോഴുള്ള ഈ ചേറ്റുകുടിയിൽ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ ഞങ്ങൾ കടന്നു വന്നിട്ട് 1 വർഷം മാത്രമേ ആകുന്നുള്ളൂ. ആമേൻ. അവിടെ ആയിരുന്ന സമയത്ത് അവിടുന്ന് ഞങ്ങൾ മീറ്റിങ്ങിന് പോയി. ഒരാഴ്ച 10 ദിവസം കഴിഞ്ഞാണ് തിരിച്ച് ബാംഗ്ലൂരിൽ ഞങ്ങൾ കടന്നു വരുന്നത്. അപ്പോൾ ഏപ്രിൽ ടൈം ആകുമ്പോൾ ഭയങ്കര ചൂടുള്ള സമയമാണല്ലോ. അങ്ങനെ ചൂടുള്ള സമയമായിരുന്നത് കൊണ്ട് വാതിലിന്റെ ഫ്രണ്ടിൽ ഞങ്ങൾ സെറ്റിയേല് ആമേൻ സ്വത്രം ഇരിക്കുമ്പോൾ ചെറിയ ചാറ്റമഴയുണ്ട്. ഒരു 4 മണിയൊക്കെ ആയിക്കാണും, വൈകിട്ട് 4 മണി ആയിക്കാണും. ഞാൻ കർത്താവിന്റെ ദാസനിപ്പുറത്തുണ്ട്, ഞാൻ തൊട്ടടുത്തിരിക്കുകയാണ്. ഞങ്ങളുടെ ഓപ്പോസിറ്റ് സെറ്റിയേല് മോളിരിപ്പുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചെറിയ ചാറ്റമഴ വന്നപ്പോൾ ഞാൻ ഒത്തിരി ചൂട് അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് പോയി ഫ്രണ്ട് ഡോർ വാതിൽ നല്ലപോലെ ഞാൻ ഓപ്പൺ ചെയ്ത് വിട്ടിട്ട് അതിന്റെ ഡോറിന്റെ നേർ ഓപ്പോസിറ്റിലുള്ള സെറ്റിയിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചാറ്റമഴ മാത്രമാണ്. ഞാൻ നോക്കിയിരിക്കെ തന്നെ പെട്ടെന്ന് ഒരു ഇടി മുഴങ്ങുന്ന ശബ്ദം കേട്ടു. ആമേൻ സ്വത്രം. മിന്നൽ ഇങ്ങനെ പെട്ടെന്ന് ഞാൻ നോക്കിയിരിക്കെ തന്നെ ആ വാതിലിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ തീ പോലെ ഇറങ്ങി വന്ന് ആ വാതിലിന്റെ തൊട്ട് ഫ്രണ്ടിൽ നിലത്ത് പതിക്കുകയും അടുത്ത സെക്കൻഡിൽ നമ്മളിങ്ങനെ കണ്ണടച്ച് തുറക്കുന്ന ആ സെക്കൻഡിനകത്ത് തന്നെ ആ മിന്നൽ ഇങ്ങനെ കയറി വന്ന് എന്നെ അങ്ങ് പിടിച്ചു. ഹല്ലേലൂയ. എന്റെ 2 കാലിൽ കൂടെ
പിടിക്കുകയും ആ മിന്നലിന്റെ ഇത് എർത്ത് അങ്ങ് കയറി വന്നിട്ട് വളത്തെ കയ്യെ കൂടി ഇങ്ങനെ കയറി ഈ വളത്തെ ഷോൾഡറിന്റെ ഇവിടെ വരെ വന്ന് അവിടെ നിന്നു. പക്ഷെ അത്ര എല്ലാം ഇങ്ങനെ കണ്ണടച്ച് തുറക്കുന്ന ആ മിനിറ്റിനകം എല്ലാം കഴിഞ്ഞു. ഹല്ലേലൂയ. പക്ഷെ എന്റെ അടുത്തിരിക്കുന്ന ഹസ്ബൻഡ് അതറിഞ്ഞില്ല, ഓപ്പോസിറ്റിൽ ഇരിക്കുന്ന മോൾ അതറിഞ്ഞില്ല. ഇത് അനുഭവപ്പെട്ടിട്ട് എനിക്ക് വാ തുറന്ന് എനിക്ക് അവരോട് പറയാൻ പറ്റുന്നില്ല. എന്റെ കൈയെല്ലാം ഇങ്ങനെ വളഞ്ഞ്, വളത്തെ കൈയെല്ലാം ഇങ്ങനെ വളഞ്ഞ് കോടിപ്പോയതുപോലെ എനിക്ക് സംസാരിക്കാൻ പറ്റാതെ ഞാൻ അങ്ങ് പെട്ടെന്ന് തെറിച്ചു വീഴുകയോ എന്തൊക്കെയോ സംഭവിച്ചു. അടുത്തിരുന്ന ഹസ്ബൻഡ് പെട്ടെന്ന് എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് എന്നാ പറ്റി എന്ന് ചോദിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞ മിന്നലേറ്റു എന്ന് ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരും കൂടി പിടിച്ചാദ്യം കിടത്തിയിട്ട് അവർക്കും എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. അന്നേരത്തേക്ക് മഴ അങ്ങ് ശക്തമായി. ഹല്ലേലൂയ. ശക്തമായി കഴിഞ്ഞപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, ഇന്ന് എഴുന്നേക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു എന്റെ അരയ്ക്ക് താഴോട്ട് സ്വത്രം എന്റെ രണ്ട് കാലുകളും ഇല്ല, ഈ കൈയും ഇല്ല. എന്റെ ബോഡിയിൽ സ്വത്രം ഈ കൈ ഉള്ളതിന്റെ മാത്രമേ നമുക്ക് എന്തുവാ അതിന്റെ ഒരു നമുക്ക് അതിന്റെ ഇത് മനസ്സിലാകുന്നുള്ളൂ. ഈ റൈറ്റ് ഹാൻഡും രണ്ട് കാലും ശരീരത്തിലുള്ളതായിട്ട് എനിക്ക് തോന്നുന്നേ ഇല്ല. ഞാൻ പറഞ്ഞു എനിക്ക് എഴുന്നേറ്റ് കാൽ ഉറപ്പിച്ച് നിന്നാൽ മാത്രമല്ലേ നമുക്ക് പോകാൻ കഴിയത്തുള്ളൂ. എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല, എന്റെ കാൽ പോയെന്നാ എനിക്ക് തോന്നുന്നെന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് വണ്ടിയിൽ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇങ്ങനെയാണ് മിന്നലേറ്റാ വന്നിരിക്കുന്നത് പറഞ്ഞാൽ അവർ വേറെ ഒന്നും ചോദിച്ചില്ല. ആദ്യം ECGയിലേക്ക് കയറ്റി. ECG എടുത്ത് നോക്കിയപ്പം ECG നോർമൽ. ഹല്ലേലൂയ. പിന്നെയാണ് ഡോക്ടർ സംസാരിക്കാൻ പോലും തുടങ്ങിയത്. ECG നോർമൽ ആണ്, അതുകൊണ്ട് പേടിക്കാനില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചത് എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ ഡോക്ടർ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെ വാതിലിന്റെ അവിടെ കണ്ട ഉടനെ എന്റെ രണ്ട് കാലെ കൂടെ കയറി വന്ന് റൈറ്റ് സൈഡിലേക്ക് കയറി ഷോൾഡർ വരെ ഇവിടെ വന്നു. ഞാൻ ഓർത്ത് എന്റെ കൈയും ഈ പുറവൊക്കെ പൊള്ളിയിട്ടുണ്ടെന്ന് ഓർത്തു. ചുമന്നു, അത്രേ ഉള്ളു, പൊള്ളിയില്ലായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഡോക്ടേഴ്സിനോട് പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു ദൈവമാണ് നിങ്ങളെ സൂക്ഷിച്ചത്. ഹല്ലേലൂയ. ഈ രണ്ട് കാലെ കൂടെ കടന്നു വന്ന് റൈറ്റ് സൈഡിൽ പോയതിന് പകരം ഈ ലെഫ്റ്റ് സൈഡിൽ കയറി വന്നിരുന്നെങ്കിൽ ഹാർട്ട് ജാം ആകും. ഈ മിന്നലേൽക്കുന്നവരുടെ ഫസ്റ്റ് ഇത് ചെയ്യുന്നത് ഹാർട്ടിന്റെ പ്രവർത്തനങ്ങളെ നിർത്തുക. അത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ വരേണ്ട കാര്യമേ ഇല്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നിങ്ങൾ ECG നോക്കിയത്. ഇവിടം വരെ ഈ അറയുടെ ഇവിടം വരെ വന്നിട്ട് ഈ റൈറ്റ് സൈഡിലേക്കാണ് കയറിപ്പോയത്. പ്രൈസ് ദി ലോർഡ്. ദൈവം സൂക്ഷിക്കുന്ന വിധങ്ങൾ. ഹല്ലേലൂയ. കർത്താവിനെ എത്ര മഹത്വപ്പെടുത്തിയ ആളും മതി വരത്തില്ല. ജീവന്റെ അധികാരി നമ്മുടെ യേശു കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് അത് കഴിഞ്ഞ് പല ടെസ്റ്റുകളും അവർ പറഞ്ഞു. അതെല്ലാം ചെയ്തു നോക്കി. ഓരോ ദിവസങ്ങളിലായിട്ട് പല ടെസ്റ്റുകൾ ചെയ്തു. എല്ലാം നോർമൽ. ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു മിന്നലേൽക്കുന്നവർക്ക് ഒന്നെങ്കിൽ ഏതെങ്കിലും വൈകല്യങ്ങൾ ശാരീരികമായിട്ടോ അല്ലെങ്കിൽ ഞരമ്പുകൾ, എല്ലുകൾ അല്ലെങ്കിൽ ബോഡി പാർട്സ് ഏതെങ്കിലും ഒക്കെ ബാധിച്ചിട്ട് ഏതെങ്കിലും വൈകല്യങ്ങൾ വരുമെന്ന് അവർ പറഞ്ഞു. പക്ഷേ എന്റെ തലയിൽ ഒരു മുടി പോലും കരിഞ്ഞു പോകാതെ എന്റെ ബോഡി ഒന്നിനും തന്നെ യാതൊരു വൈകല്യങ്ങളും ഉണ്ടാകാതെ കർത്താവ് എന്നെ സൂക്ഷിച്ചു. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് സൂക്ഷിച്ച അത്ഭുതത്തോടെ കർത്താവിനെ ശക്തിയോടെ നിർത്തി. അതിന്റെ ഒരു ക്ഷീണങ്ങൾ കുറച്ച് നാളുകൾ വരെ നീണ്ടു നിന്നെന്ന് പറഞ്ഞാലും വീണ്ടും അതെനിക്ക് കർത്താവ് പഴയതിലധികമായ ശക്തി തന്ന് എന്നെ എന്റെ ദൈവം മുന്നോട്ട് നടത്തി. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിന് ഞാൻ മഹത്വം കൊടുക്കുന്നു. വീണ്ടും വലിയൊരു അത്ഭുതം കൂടി കഴിഞ്ഞിടയ്ക്ക് എനിക്ക് ദൈവം ചെയ്ത കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുവാൻ ക്രിസ്തുവിൽ ശരണപ്പെടുന്നു. ഹല്ലേലൂയ. മല്ലപ്പള്ളിയിൽ അങ്ങനെ തന്നെ ഇടിമിന്നൽ ഏറ്റു കുറേയൂടെ കഴിഞ്ഞ് വീണ്ടും ഒരു ഏകദേശം 2022 ഏപ്രിലിൽ അതെങ്കിൽ കുറച്ചുകൂടെ 2003 കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ചൊക്കെ യൂട്രസ് ഇത് പ്രോബ്ലംസ് ഒക്കെ തുടങ്ങി. വേദനകൾ, വയറ്റ് വേദന, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു ഗൈനക്കോളജിസ്റ്റിനെ പോയി ഞങ്ങൾ കാണുവാനിടയായി. അവർ കുറച്ച് ട്രീറ്റ്മെന്റ്സ് ഒക്കെ പറഞ്ഞത് കഴിഞ്ഞ് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഫൈബ്രോയിഡ് ഉണ്ട്. ഹല്ലേലൂയ. ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ മെഷർമെന്റ് അളവുകളെല്ലാം ഉണ്ട്. എന്നാൽ ഡോക്ടർ പറഞ്ഞു ഉടനെ വന്നിട്ട് നമുക്കിത് സർജറി ചെയ്യണം, വേറെ ഒന്നും ചിന്തിക്കേണ്ട, ട്രീറ്റ്മെന്റും വേണ്ട, കുഴപ്പമില്ല, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും പ്രോബ്ലംസ് കൂടുകയാണെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് അവർ അന്നേരം കുറച്ച് ട്രീറ്റ്മെന്റ് ചെയ്തതോടെ വിട്ടു. വേറൊന്നും ചെയ്തില്ല. ഇത് ഞങ്ങൾ കേട്ടെങ്കിലും എനിക്കും കർത്താവിന്റെ ദാസനുമാണ്. ഓക്കെ, ഡോക്ടറിന് മാത്രമല്ലാതെ വേറെ ഒരു വ്യക്തികൾക്കും ഇതെന്താണെന്ന് അറിയത്തില്ല. ആരോടും ഞങ്ങൾ പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഇരുന്ന സമയത്താണ് ദൈവം ഞങ്ങളെ ഇടുക്കിയിലേക്ക് ശുശ്രൂഷയ്ക്ക് കഴിഞ്ഞ നവംബറിൽ അയക്കുന്നത്. നവംബറിൽ ഇവിടെ വന്നു. ആദ്യം ഒരു 3-4 മാസങ്ങളിൽ കുഴപ്പമൊന്നുമില്ല, 4-5 മാസം വരെ കുഴപ്പമില്ല. വീണ്ടും ആ പഴയ പോലെ ആ പ്രോബ്ലംസ്, വേദനകളെല്ലാം തുടങ്ങി. വേദന എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ പ്രാവശ്യം വന്ന വേദന എനിക്ക് അതികഠിനമായിരുന്നു. വയറുവേദന എടുക്കും, നടുവേദന എടുക്കും, ഈ റൈറ്റ് കാൽ, വലത്തെ കാല് വേദന എടുക്കും. ഇങ്ങനെ ഒരു കസേരയിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ കട്ടിലിൽ കിടന്നിട്ടൊക്കെ എഴുന്നേക്കണം എന്ന് വെച്ചാൽ ഒരു 5-10 മിനിറ്റ് ആലോചിച്ചാൽ മാത്രമേ, ഇല്ലെങ്കിൽ ആരുടെയെങ്കിലും സഹായമോ അടുത്തുള്ള ടേബിളോ ഒക്കെ പിടിച്ചിട്ട് ഒത്തിരി കഷ്ടപ്പെട്ട് വേണം എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ല. ഇരുന്ന് കഴിഞ്ഞാലോ കിടന്നു കഴിഞ്ഞാലോ അങ്ങനെ അതുപോലെ അതികഠിനമായ വേദന.
അങ്ങനെ വേദന അനുഭവിച്ചിരുന്ന ആ സമയത്ത് അമ്മൻ ഇവിടെ എവിടെയാണ് ഗൈനക്കോളജിസ്റ്റിനെ കാണണമെന്ന് പറഞ്ഞ് ഞങ്ങൾ നോക്കി. കട്ടപ്പനയിൽ പോയി ഹോസ്പിറ്റലിൽ, സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയി. അവിടെ അപ്പോയിന്റ്മെന്റ് എടുത്തു, അവിടെ ഡോക്ടറിനെ കണ്ടു. അമ്മൻ എന്നിട്ട് ഈ പഴയ റിപ്പോർട്ടെല്ലാം ഞാൻ കൊണ്ട് കാണിച്ചു. അമ്മൻ ഇങ്ങനെ ഞങ്ങൾ ചെയ്തത് അവർ കണ്ടിട്ട് പറഞ്ഞു, ഇത് അന്നത്തെ സ്കാനിങ്, നമുക്ക് ഒന്നും കൂടി സ്കാൻ ചെയ്യണം, അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തിട്ട് പിന്നെന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് അവർ സ്കാനിങ്ങിന് എഴുതി തന്നിട്ട് ഞങ്ങളെ വിട്ടു. ആമേൻ സ്തോത്രം. അങ്ങനെ വിട്ടു വീട്ടിലേക്ക് കടന്നു വന്ന ആ സമയത്ത് ആമേൻ സ്തോത്രം, കർത്താവ് ഏത് വിധേനയും ദൈവത്തിന് എങ്ങനെയും പ്രവർത്തിക്കുവാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ വീണ്ടും ഈ സാക്ഷ്യങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. വീട്ടിൽ കടന്നു വന്നപ്പോൾ ഒരു ഓൺലൈൻ മീറ്റിംഗ് ആണ്. ഓൺലൈൻ മീറ്റിംഗിൽ ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടർമാനമായിട്ട് ദിവസങ്ങളോളം നടന്നുകൊണ്ടിരിക്കുന്ന ആ മീറ്റിംഗിൽ ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ അന്ന് ശുശ്രൂഷിക്കുന്ന വചനങ്ങൾ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ആരാധനയിലെല്ലാം അളവില്ലാത്ത ദൈവസാന്നിധ്യത്തിൽ ഞാൻ നിറയുകയാണ്. ആമേൻ സ്തോത്രം. ആ മീറ്റിംഗ് നടക്കുന്നത് ബാംഗ്ലൂരിലാണ്, ലൈവ് നടക്കുന്നുണ്ട്. ഞാൻ എന്റെ വീട്ടിൽ ഇവിടെ ഇടുക്കിയിൽ ഇരുന്നുണ്ട്, കേരളത്തിൽ ഇരുന്നുകൊണ്ടാണ് ഞാനത് കാണുന്നത്. സാന്നിധ്യത്തിൽ നിറഞ്ഞിട്ട് ഞാൻ ഒത്തിരി കരയുന്നുണ്ട്. ഈ സൗഖ്യം തരണേന്നല്ല ഞാൻ പ്രാർത്ഥിച്ചു ഇല്ലെന്നല്ല, പക്ഷെ ദൈവസാന്നിധ്യം നിറഞ്ഞപ്പോൾ ഞാൻ ദൈവസാന്നിധ്യത്തിൽ നിറഞ്ഞു കരയുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുകയല്ല. അങ്ങനെ 2-3 ദിവസങ്ങൾ അളവില്ലാത്തവണ്ണം കർത്താവിനെ ദൈവസാന്നിധ്യത്തിൽ നിറച്ചു. ഹല്ലേലൂയ സ്തോത്രം. ഇങ്ങനെ അവർ പറഞ്ഞ സ്കാനിങ് ഡേറ്റിന്റെ ആ സമയത്തിന് മുമ്പ് ഈ 3 ദിവസത്തെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടാണ്. ഫാസ്റ്റിംഗ് ഒന്നും എടുത്തില്ല, മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. ഈ ദൈവസാന്നിധ്യം അനുഭവിച്ചു, പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അത് കഴിഞ്ഞാണ് സ്കാനിങ്ങിന് പോകുന്നത്. സ്കാനിങ്ങിന് പോയി കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർ തന്നെ എന്നോട് ചോദിച്ചു, നിങ്ങളെ എന്തിനു വേണ്ടിയാണ് സ്കാൻ ചെയ്യാൻ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഓർത്ത് എന്തെങ്കിലും പ്രോബ്ലം കൂടുതലായിരിക്കുമോ, അതാണോ ഈ ഡോക്ടർ ഇങ്ങനെ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇന്നപോലെ ഗൈനക്കോളജിസ്റ്റ് ആണ്, എനിക്ക് ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു, അതിന്റെ നോക്കാനാണ്. അവരൊന്നും പറഞ്ഞില്ല. സ്കാൻ ചെയ്ത് റിപ്പോർട്ട് തന്നു. ഡോക്ടറിന്റെ റൂമിൽ പോയി ഡോക്ടർ ആ ഫയൽ അതിന്റെ റിസൾട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ഡോക്ടറിന്റെ മുഖത്ത് ഭയങ്കര ഒരു സന്തോഷമാണോ എന്തൊക്കെയോ അവരുടെ മുഖത്തുണ്ടായിട്ട് അവർ ഡോക്ടറിനോട് പറഞ്ഞു, ഞാൻ തനിക്ക് എന്തോത്തിന് വേണ്ടി ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് കണ്ടോ, പഴയ റിപ്പോർട്ടിൽ നിനക്ക് ഉണ്ടെന്നുള്ളതും അതിന്റെ അളവുകളും എല്ലാം ഉണ്ട്. ഇപ്പൊ വന്നിരിക്കുന്ന റിപ്പോർട്ടിനകത്ത് ഒന്നുമില്ല, നോർമലാണെന്നാണ് എഴുതിയിരിക്കുന്നത്. നോർമൽ ആയിട്ടായിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് ഓൺലൈനിലും പ്രവർത്തിക്കാൻ പറ്റും, ഓഫ്ലൈനിലും പ്രവർത്തിക്കാൻ പറ്റും. നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. അത് കഴിഞ്ഞിട്ട് ആ ഡോക്ടർ അവരുടെ കാര്യത്തിൽ വീണ്ടും പല ടെസ്റ്റുകൾക്ക് നമുക്ക് വിടാം, ബയോപ്സിക്ക് വിടാം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഓക്കെ, ഓൾറെഡി കർത്താവ് 3 ദിവസം സാന്നിധ്യം അനുഭവിച്ചതിന്റെ ഇടയ്ക്ക് എന്റെ കർത്താവ് എന്റെ ഭവനത്തിൽ വെച്ച് തന്നെ എന്നെ തൊട്ട് സുഖപ്പെടുത്തി. ഹല്ലേലൂയ. മെഡിക്കൽ സയൻസ് അവർ വീണ്ടും ടെസ്റ്റിന് അയച്ചു. അതിനകത്തും നോ സിംറ്റംസ് എന്ന് പറഞ്ഞാണ് അതിന്റെ റിസൾട്ട് വന്നത് 10 ദിവസം കഴിഞ്ഞ്. ഹല്ലേലൂയ. കർത്താവ് തൊട്ടാൽ പരിപൂർണ്ണ സൗഖ്യമാണ്. ആമേൻ. ഏതൊക്കെ മേഖലയിൽ നമ്മൾ ഭാരപ്പെടുന്നുവോ ആ മേഖലയിലെല്ലാം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ കർത്താവ് ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന വ്യക്തി ജീവിതമേ, ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം. നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നീ ഏത് അവസ്ഥയിലൂടെ കടന്നുപോയാലും അതിനെ എല്ലാം മതിയായവൻ, നീക്കുപോക്ക് തരുന്നവൻ, സൗഖ്യങ്ങൾ തരുന്നവൻ, വഴിവാതിൽ തുറക്കുന്നവൻ യേശു കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നാം രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ടിരിക്കുന്ന ഏക നാമം യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. അതുകൊണ്ട് യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുക. കർത്താവ് നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കും. ആമേൻ സ്തോത്രം. ഇത്രയും സമയം എന്റെ സാക്ഷ്യങ്ങൾ, എന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുവാൻ അവസരമൊരുക്കി തന്ന ആന്റിയോടുള്ള എന്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. പ്രൈസ് ലോർഡ് ആന്റി. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം സിസ്റ്റർ. മലയാളം അറിഞ്ഞുകൂടാത്ത, കന്നഡ മാത്രം അറിഞ്ഞ ബ്രാഹ്മൺ കുടുംബത്തിൽ നിന്ന് കർത്താവ് തിരഞ്ഞെടുത്ത് കൊണ്ടുവന്ന വിധങ്ങളും കർത്താവിൻ്റെ സ്നേഹവും കർത്താവ് ആരാണെന്നൊക്കെ മനസ്സിലാക്കി കൊടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കർത്താവിൻ്റെ ദാസിയെ പിന്നെയും ദൈവം ഉപയോഗിക്കട്ടെ. അനേകർക്ക് ഇതുപോലെ അനേക കന്നഡയിലുള്ള ആൾക്കാരെയും അനേക യേശു ആരാണെന്നറിയാത്തവരെയും ഒക്കെ രക്ഷിപ്പാണ് കർത്താവിൻ്റെ ദാസിയുടെ സാക്ഷ്യം മുഖാന്തരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ദൈവദാസി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവദാസി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ ഞങ്ങളുടെ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ അവിടുത്തെ തൃപ്പാദത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്നു. അങ്ങയുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ കർത്താവിന്റെ നാമമഹത്വത്തിനായി പ്രസ്താവിക്കുവാൻ ഒരു അവസരവും കൂടി കർത്താവ് തന്നതിനായി നന്ദി പിതാ. സ്തോത്രം. കർത്താവെ, ജോയ്സ് ടിവിക്കായ സ്തോത്രം. മിനിസ്ട്രിയെ കർത്താവ് അനുഗ്രഹിക്കണമേ, ആന്റിയെ ശക്തീകരിക്കണമേ. കർത്താവെ, അനേകർക്ക് ആശ്വാസത്തിനായി ക്രിസ്തുവിലേക്കുള്ള വഴിയായി കർത്താവെ ആമേൻ ഈ ശുശ്രൂഷയെ ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവെ. ആന്റിയെ കുടുംബമായി അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. കർത്താവെ സ്തോത്രം. ഈ ടിവിയിലൂടെ കടന്നു വരുന്ന എല്ലാ സാക്ഷ്യങ്ങളും കേൾക്കപ്പെടുന്നവരുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരങ്ങൾ കർത്താവെ സൃഷ്ടിക്കപ്പെടുവാൻ മുഖാന്തരമാക്കി ദൈവം തീർക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന
കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ആമേൻ ആമേൻ. കർത്താവിന്റെ ദാസി, ദൈവം സഹായിക്കട്ടെ.